മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറയുമായിരുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. അല്ലാഹു നിങ്ങളെ വിചാരണ ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഓരോരുത്തരും സ്വയം അവനവനെ ഒന്ന് വിചാരണ ചെയ്യണം. മറ്റൊരാളല്ല, നമ്മൾ നമ്മെ ഒന്ന് വിചാരണ ചെയ്യണം. വസിനൂ അഅമാലകും ഖബ്ല അൻ തൂസനൂ. അല്ലാഹു തആല മീസാനിൽ നമ്മുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് തൂക്കി നോക്കേണമേ. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അല്ലാഹു അമലുകൾ തൂക്കുകയാണ് എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയം. അല്ലാഹ് എണ്ണി നോക്കുകയാണ് എന്നല്ല, എത്ര എണ്ണം ചെയ്തു എന്നല്ല, തൂക്കെത്ര ഉണ്ടെന്നാണ് നോക്കുന്നത്. ഇബാദത്തിൻ്റെ എണ്ണമോ വലുപ്പമോ അതിലപ്പുറം ഇബാദത്തിൻ്റെ അകക്കാമ്പ് എത്രയുണ്ട് എന്നാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ടാണ് തൂക്കുക. നാളെ വസ്നാണ്, അദ്ദല്ല. അള്ളാഹു കൗണ്ട് ചെയ്യുന്ന അദ്ദാദല്ല വെച്ചിട്ടുള്ളത്, തൂക്കി നോക്കുന്ന മീസാനാണ്. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ ഖബൂൽ ചെയ്യട്ടെ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു حاسبوا أنفسكم قبل أن تحاسبوا وزنوا أعمالكم قبل أن توزنوا فإن أهون عليكم في الحساب غدا أن تحاسبوا أنفسكم اليوم. നിങ്ങൾ ഇന്നു തന്നെ അല്ലാഹുവിൻ്റെ നാളത്തെ വിചാരണയോർത്ത് അവനവനെയൊന്ന് സ്വയം വിചാരണ ചെയ്യലാണ് നാളെ അല്ലാഹുവിൻ്റെ വിചാരണ എളുപ്പമാവാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. وتزينوا للعرض الأكبر يومئذ تعرضون لا تخفى منكم خافية. അല്ലാഹു ഒന്നും മറച്ചു വെക്കാതെ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മുമ്പിൽ അല്ലാഹു പ്രദർശിപ്പിക്കുന്ന ഒരു സമയം. ആ അർളുൽ അക്ബറിന് വേണ്ടി തസയ്യനു, നിങ്ങൾ അലങ്കരിച്ച് സന്തോഷത്തോടെ നിങ്ങൾ സുന്ദരന്മാരായി അണിഞ്ഞൊരുങ്ങി നിൽക്കണേ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു രാത്രിയിൽ ഉമർ തങ്ങളുടെ കൂടെ നടന്നു പോകുന്ന ഒരു ചരിത്രം പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു ഈത്തപ്പന തോട്ടത്തിന്റെ അരികത്തുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിലുണ്ട്, ഞാൻ ബാക്കിൽ വരുന്നത് ഉമർ എന്നവർ അറിഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ തോട്ടത്തിലേക്ക് കയറി ചെന്നു. എന്റെയും ഉമർ എന്നവരുടെയും ഇടയിൽ ഒരു മതിലുണ്ട്, ഞാൻ മതിലിന്റെ ഇപ്പുറത്താണ്, ഉമർ എന്നവർ മതിലിന്റെ അപ്പുറത്താണ്. തോട്ടത്തിനുള്ളിലാണ്, രാത്രിയിലാണ്. എന്നെ ഉമർ എന്നവർ കണ്ടിട്ടില്ല. അമീറുൽ മുഅ്മിനീനാണ്. ഇസ്ലാമിക ലോകത്തിന്റെ ഭരണം ഉമർ തങ്ങളുടെ കയ്യിലാണ്. സ്വന്തത്തോട് ഉമർ എന്നവർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ, ബഖിൻ ബഖിൻ, ഉമറേ നീ മുഅ്മിനീങ്ങളുടെ അമീറാണല്ലേ, ഉമറേ ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണല്ലേ, ബഖിൻ ബഖിൻ, ഓ എന്തൊരു പൊലിമ, നീ വലിയ ആളാണല്ലേ. വല്ലാഹി ലതത്തഖിയന്ന അല്ലാഹ ഇബ്നുൽ ഖത്താബ് ഔ ലയുഅദ്ദിബന്നക. ഉമർ ഇബ്നുൽ ഖത്താബേ നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ, അല്ലെങ്കിൽ അല്ലാഹു നിന്നെ ശിക്ഷിക്കും ഉമറേ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വന്തത്തോട് വിളിച്ചു പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. നമ്മൾ ഈ വിളിച്ചു പറയുന്നത് ആരും കേൾക്ക പറയണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉമർ എന്നവരത് പറയുമ്പോൾ അത് കേൾക്കാൻ പരിസരത്ത് ആരുമില്ല എന്ന് ഉറപ്പില്ല ഉമർ എന്നവർ വിളിച്ചു പറഞ്ഞത്. പക്ഷെ അനസ് എന്നവര് അത് കേൾക്കുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് നമ്മളോട് ഒരാത്മവിചാരണയുടെ ദിവസമാണ് ഈ രാത്രി. അള്ളാഹുവിൻ്റെ സക്കീനത്ത് നമുക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പരാജിതരാണോ എന്ന പേടിയിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണം എന്ന പ്രതീക്ഷയിലും റജാഇന്റെയും ഖൗഫിന്റെയും ഇടയിൽ നമുക്ക് ഈ രാത്രി ചെലവഴിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഈ പരിശുദ്ധമായ രാവിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് സമാഉദ് ദുനിയയിലെ ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന പള്ളിയിലേക്ക്
ശുദ്ധമായ ഖുർആനിനെ മുഴുവനായിട്ട് ഇറക്കിയത്. അവിടെ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു മുനജ്ജമൻ അല്പാൽപമായി ഇറക്കിയത്. അതിന്റെ ആരംഭം കുറിച്ചത് റമദാൻ 24-ന്. റമദാനിലെ ഒരു ലൈലത്തുൽ ഖദറിലായിരുന്നു ഖുർആൻ മുഴുവനായും 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് എത്തുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. നബിയേ, ഈ രാവിന്റെ മഹത്വം എത്രയാണെന്ന് അറിഞ്ഞോ? ഇത് 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാത്രിയാണ്. കേവലം 10 മണിക്കൂർ സമയം, 84 കൊല്ലങ്ങളുടെ ഇബാദത്താണ് അല്ലാഹു ഈ ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക് കൊടുക്കാൻ പോകുന്നത്. ആയുസ്സിലേക്ക് 84 ആണ്ടുകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അല്ലാഹുവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പാപമോചനം നൽകണേ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചുവല്ലോ, നബിയെ, ഏതാണ് ലൈലത്തുൽ ഖദർ എന്നറിയാൻ എനിക്ക് സാധ്യമായാൽ ഞാൻ എന്താണ് നബി അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്? ഖാല, ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തല്ലോ, ഖൂലി, ആയിഷ നിങ്ങൾ പറഞ്ഞേക്കണമേ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണല്ലോ റബ്ബേ, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് നിനക്ക് എത്രമേൽ ഇഷ്ടമാണല്ലോ. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് മാപ്പ് തരണേ എന്ന് ആയിഷ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോളൂ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരുമിച്ച് ഈ ദിക്റൊന്ന് 3 പ്രാവശ്യം ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മഹാനായ ഹദീസ് പണ്ഡിതൻ, ആത്മജ്ഞാനങ്ങളുടെ ആഴങ്ങളറിഞ്ഞ മഹാനായ പ്രതിഭയായ പണ്ഡിതൻ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു റഹിമഹുല്ലാഹു തആല പറയുമായിരുന്നു, റഹിമല്ലാഹു അബ്ദൻ ഖാല ലിനഫ്സിഹി നഫീസ. നമുക്ക് വേണ്ട വിഷമങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന നമ്മുടെ ശരീരത്തോട് നമ്മളെങ്ങാനും പറയാൻ ഒരു സന്ദർഭം കണ്ടെത്തിയാൽ, അലസ്ത സ്വാഹിബത കദാ, ശരീരമേ നീയല്ലയോ ഇന്നാലിന്ന തെറ്റുകളൊക്കെ ചെയ്തത്. അലസ്തി സ്വാഹിബത കദാ, നീയല്ലയോ ഇന്നാലിന്ന തെറ്റുകളൊക്കെ ചെയ്തത് എന്ന് സ്വന്തം ശരീരത്തോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ആ നഫ്സിനെ, ശരീരത്തെ നമ്മൾ ആക്ഷേപിക്കുകയും ثم ذمها ثم خطمها ثم ألزمها كتاب الله فكان لها قائدا. ഈ രാവ് ഇനിയൊരിക്കൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇനി ഒരിക്കലൂടെ ഒരു റമദാനിലേക്കുള്ള ആയുസ് അല്ലാഹു നമുക്ക് നൽകുമോ? ആർക്കറിയാം. അതുകൊണ്ട് ശരീരമേ, നീ ഇന്നാലിന്ന തെറ്റുകൾ ചെയ്ത ശരീരമല്ലേ. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ അദാബിന് നീ വിധേയമാവേണ്ടതുണ്ട്. അല്ലാഹു പുറത്തു തന്നില്ലെങ്കിൽ ആ ശരീരത്തോട് ചെയ്തു പോയ തെറ്റുകൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയും ആ ശരീരത്തിന് മൂക്കുകയർ കൊടുക്കുകയും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഹബീബായ നബി തങ്ങളുടെ ജീവിതചര്യയും ദീനിന്റെ നന്മകളും സ്വന്തം ശരീരത്തിന് മൂക്കുകയറായി കൊടുക്കുകയും ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് റഹിമല്ലാഹു അബ്ദ, അത്തരക്കാർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ എന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കൊരു ആത്മവിമർശനമാവാം ഈ രാത്രിയിൽ. മൈമൂൻ ഇബ്നു മിഹ്റാൻ എന്ന പ്രഗൽഭനായ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട പണ്ഡിതൻ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുമായിരുന്നു, അത്തഖിയ്യു അശദ്ദു മുഹാസബതൻ ലിനഫ്സിഹി മിൻ ശരീകിൻ ശഹീഹിൻ. പിശുക്കനായ ഒരു പാർട്ട്ണറുടെ കൂടെ ഒരു ബിസിനസ് ആരംഭിച്ചാൽ, പിശുക്കനായ ഒരു പാർട്ട്ണർ, പിശുക്കന്മാർ ഓരോ 5 പൈസയുടെയും കണക്ക് ചോദിച്ച് അതിന്റെ ബില്ലെവിടെ, ആകാശ് എവിടെ പോയി, ഇതെവിടെ പോയി എന്ന് സ്വന്തം പാർട്ട്ണറോട് പിശുക്കുന്ന ഒരു പാർട്ട്ണർ ചോദ്യം ചെയ്യുന്ന പോലെ മുഅ്മിനീങ്ങളായ ആളുകൾ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ സ്വന്തം ശരീരത്തോട് അതിലേറെ ഗൗരവത്തിൽ വിചാരണ ചെയ്യേണ്ടവരാണെന്ന് മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതപ്പെടുന്ന രാവാണിത്. അല്ലാഹുവിന്റെ മാലാഖമാർ ആകാശ ലോകത്ത് നിന്ന് സഫായി ഇറങ്ങി വന്ന്
അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. അല്ലാഹുവേ, ഭൂമിയിലെ സത്യവിശ്വാസികൾ ഉറക്കമിളച്ച് അവർക്ക് ക്ഷീണമുണ്ട്, നോമ്പിന്റെ ക്ഷീണമുണ്ട്, പകലന്തിയോളം ജോലി എടുത്തവരാണ്. എന്നാലും നിന്റെ വിശുദ്ധ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഉറക്കമിളച്ച് അവർ ഇബാദത്തിലാണ്, അവർ നന്മ പഠിക്കുകയാണ്. പടച്ച റബ്ബേ, ആ സത്യവിശ്വാസികളുടെ അരികത്തേക്ക് ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അള്ളാഹു സമ്മതം കൊടുക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ബിഇദ്നി റബ്ബിഹിം, അള്ളാഹു നൽകുന്ന സമ്മതത്തോടുകൂടെ മാലാഖമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന രാവാണിത്. സമ്മതം അള്ളാഹു കൊടുക്കുകയാണ്. അതിനർത്ഥം മലക്കുകളായിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചതാണ്, ഞങ്ങൾ പോകട്ടെയോ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോഴേ അള്ളാഹു കൊടുക്കുന്ന മറുപടിയാണ്, മലക്കുകളെ പൊയ്ക്കോളൂ. അതാണ് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. അക്കൂട്ടത്തിലുണ്ട് മാലാഖമാരുടെ നേതാവ് മഹാനായ സയ്യിദുൽ മലായിക ജിബ്രീലു അലൈഹിസ്സലാം. ആ രാത്രി മുഴുവനും സമാധാനമാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലൈലത്തുൽ ഖദ്ർ 27-ാം രാവിലാണെന്ന് ഖണ്ഡിതമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെളിവ് പറഞ്ഞത് ഇന്ന അൻസൽനാഹു എന്ന സൂറയിലെ 30 വാക്കുകളാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്ത് അൽ ഖദ്ർ. ലൈലത്ത് അൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ഷഹർ തനസ്സലു അൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. 20 സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. 30 വാക്കുകളാണ്. ആ രാത്രി സമാധാനമാണ് എന്ന് പറഞ്ഞ ഹിയ, ആ രാത്രി എന്നത് 27-ാമത്തെ വാക്കാണ്. അങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, റമളാൻ 27-ാം രാവ്, 30 ദിവസങ്ങളിലെ 27, 30 വാക്കുകളിലെ 27-ാമത്തെ വാക്കാണ് ഹിയ. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിന്റെ സാധ്യത ഏറ്റവും കൂടുതൽ 27-ാം രാവിനാണെന്ന് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതോടൊപ്പം ലൈലത്തുൽ ഖദ്ർ അല്ലാഹു ഈ സൂറയിൽ 3 തവണയാണ് ആവർത്തിച്ചത്. ലൈലത്തുൽ ഖദ്റിൽ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദ്ർ 9 അക്ഷരങ്ങളാണ്. ലൈലത്ത് 4, ലൈലത്തുൽ ഖദ്ർ 9 അക്ഷരങ്ങളാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന വാക്ക് അല്ലാഹു ആരംഭിച്ചത് 3 തവണയാണ്. അപ്പോ 3 × 9 27 അങ്ങനെയും ഇത് 27ന്റെ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് അല്ലാഹു അവന്റെ മഹലായ ഫള് കൊണ്ട് ഈ പുണ്യമായ രാവ് ലൈലത്തുൽ ഖദ്റായി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ ഞങ്ങൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും വിശ്വാസി ജനങ്ങൾക്ക്, ജീവിച്ചിരിക്കുന്നവർക്ക്, മരിച്ചുപോയവർക്ക് അല്ലാഹുവേ ദഅ്തുകും മിനന്നാർ, നരകമോചനം അല്ലാഹു ഞങ്ങൾക്ക്, മാതാപിതാക്കൾ, ഉസ്താദുമാർ, പഠിക്കാൻ സഹായിച്ചവർ, ദാറുൽ ഹുദ വെളിപ്പാട് അകലെയാണ്, നമ്മുടെ സ്ഥാപനങ്ങൾ, മദ്രസകൾ, നമ്മുടെ പള്ളി മഹല്ലുകൾ, ഇതിനൊക്കെ പ്രവർത്തിച്ചു പോയ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ ആളുകൾ അല്ലാഹു ഞങ്ങളെല്ലാവർക്കും നീ നരകമോചനം നൽകണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله. الله نزل أحسن الحديث. ഏറ്റവും പരിശുദ്ധമായ വചനങ്ങളായി അല്ലാഹുവിന്റെ കലാം അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. ആവർത്തിച്ച് ഓതപ്പെടുന്ന വചനങ്ങളാണിത്. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രോമാഞ്ചവും കോരിത്തരിപ്പും ഉണ്ടാക്കുന്ന വചനങ്ങളാണിത്. ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, കേൾക്കുമ്പോൾ ഒരു കോരിത്തരിപ്പ് വരും. അല്ലാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ ശരീരവും മനസ്സും ഒരുപോലെ അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് സായുജ്യമടയുന്നു.
അത്തരം വിശുദ്ധ വചനങ്ങളാണ് അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ. ആ ഖുർആനിന്റെ അവതരണം നടന്ന രാത്രിയാണിത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട്, പേടിയും ഭയവും ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ട, അള്ളാഹുവിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങുകയും സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യേണ്ട രാത്രിയാണിത്. മഹാനായ മാലിക് ഇബ്നു ദീനാർ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ലോകം അറിയപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതൻ, പിതാവ് വളരെ സൂക്ഷ്മതയിൽ ജീവിച്ചിരുന്ന മഹാൻ മുബാറക് എന്നവര്, അവരുടെ കൂട്ടുകാരനായ ഖാസിം ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, എന്തേ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നവർക്ക് ഇത്ര വലിയ സ്ഥാനം ആളുകളുടെ മനസ്സിനുള്ളിൽ? നമ്മൾ നിസ്കരിക്കുന്ന പോലെയല്ലേ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്നവർ നിസ്കരിക്കുന്നത്? നമ്മൾ നോമ്പെടുക്കുന്നു, അദ്ദേഹം നോമ്പെടുക്കുന്നു. ആലിമീങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ മറ്റു ആലിമീങ്ങൾക്കില്ലാത്ത ഒരു സ്ഥാനം ജനങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹു എന്തേ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവർക്ക് കൊടുത്തത്? ഞങ്ങൾക്ക് വല്ലാത്ത സംശയമുണ്ടായിരുന്നു. ആ സംശയം ഒഴിവായത് ഞങ്ങൾ ഷാമിലേക്കുള്ളൊരു യാത്ര പോകുമ്പോഴാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാത്രി നേരത്ത് ഒരു വീടിന്റെ അരികത്ത് ഞങ്ങൾ ഇരുന്നപ്പോ വിളക്കണഞ്ഞു പോയി. നല്ല ഇരുട്ടാണ്, വിളക്ക് കത്തിക്കാനുള്ള സമയം. വിളക്ക് ഞങ്ങൾ ഉരസി കത്തിച്ചെടുക്കുമ്പോൾ നോക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവര് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ധാരധാരയായി ഒലിച്ചു വീഴുന്നുണ്ട്. ആ പരിശുദ്ധമായ മുഖം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുപോയി, ബിഹാദിഹിൽ ഖശിയ ഫദുല ഹാദർ റജുലു അലൈനാ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഈ ഭയപ്പാട് കൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവർക്ക് ഞങ്ങളെക്കാളും സ്ഥാനം അള്ളാഹു നൽകിയത്. വിളക്കണഞ്ഞു പോയപ്പോഴേക്കും ഖബറിന്റെ ഇരുട്ടെനിക്ക് ഓർമ്മ വന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരല്പനേരം, ആ ഒരു നേരം വിളക്കണഞ്ഞപ്പോഴേക്കും ആ മഹാൻ കരയുകയായിരുന്നു. അത് കണ്ടപ്പോൾ മനസ്സിലായി, അല്ലാഹുവേ, ഈ മഹാൻ ഇത്രക്ക് മേൽ ആളുകളിൽ ഇഷ്ടപ്പെടാനും അള്ളാഹു സ്ഥാനം നൽകാനും കാരണമായത് ഒറ്റക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ആ ഭയപ്പാട് വിശുദ്ധ ഖുർആൻ ഭയവും സന്തോഷവും നൽകിയാണ് മുഅ്മിനീങ്ങൾക്ക് തർബിയത്ത് ചെയ്യുന്നത്. സ്വർഗമുണ്ട് എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ അള്ളാഹു നരകമുണ്ട് എന്നും പറയുന്നു. നിങ്ങൾ പേടിക്കണം അള്ളാഹുവിനെ. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അള്ളാഹു പറയാൻ വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. വിശുദ്ധ ഖുർആൻ അദാബിനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം സൂറത്തുൻ നഹൽ, സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്. വഴിതെറ്റി ജീവിക്കുന്ന, അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് അദാബിന്റെ മേൽ അദാബ് അല്ലാഹു നൽകുന്നു എന്ന് പറഞ്ഞിടത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഖാരിബു അംസാലുൻ നഖ്ലി തിവാൽ തൻഹശുഹും ഫീ ജഹന്നം. എന്താണ്? ശിക്ഷയുടെ മീതെ ശിക്ഷ അല്ലാഹു നൽകുന്നുണ്ട് അക്രമകാരികൾക്ക്. ശിക്ഷയുടെ മീതെ ശിക്ഷ. ആ എക്സ്ട്രാ കൊടുക്കുന്ന ശിക്ഷ എത്രയാണെന്നറിയോ? അഖാരിബു അംസാലുൻ നഖ്ലി തിവാൽ, ഒരുപാട് നീളമുള്ള ഈത്തപ്പനകളോളം വരുന്ന തേളുകളാണ് അതിന്റെ ഉദ്ദേശമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻഹശുഹും ഫീ ജഹന്നം, നരകത്തിൽ ആ തേളുകളാണ് മനുഷ്യരെ കാർന്ന് വലിക്കുന്നത്. അത് അദാബിന്റെ മീതെയുള്ള അദാബ്. അല്ലാഹു നൽകുന്ന അദാബ് എത്രയാണ്? അള്ളാഹിന്റെ ശിക്ഷ എത്രയാണ്? അതിന്റെ മീതെ എക്സ്ട്രാ ഈത്തപ്പനകളോളം വലുപ്പമുള്ള അഖ്റബുകൾ, തേളുകളുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ പേടിക്കേണ്ടവരാണ് നമ്മൾ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടവരാണ്. വിനയാന്വിതരായി താഴ്മയിലും താഴ്ചയിലും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ല എന്ന് നമ്മൾ നമ്മളെപ്പറ്റി വിചാരിച്ചേക്കണേ. നമ്മളൊന്നുമല്ല അള്ളാഹുവിന്റെ മുമ്പിൽ. ഈ മൺതരികളെക്കാളും നിസ്സാരമാണ് നമ്മൾ. അള്ളാഹു ആ ഒരു തോന്നൽ നമ്മുടെ ഖൽബിലേക്ക് എപ്പോഴും നൽകട്ടെ. നമ്മളൊന്നുമല്ല, നമ്മുടെ കൂടെയുള്ളവരൊക്കെ നമ്മളെക്കാളും ഉത്തമരാണ്, നമ്മൾ ആരുമല്ല എന്ന തോന്നൽ. നമ്മുടെ ആത്മവിചിന്തനത്തിന് ഒരുങ്ങുകയാണ് ഈ രാത്രി. ആദ്യത്തേത്, നമ്മളൊരു വലിയ സംഭവമാണ് എന്ന് ഒരിക്കലും നമുക്ക് നമ്മളെപ്പറ്റി തോന്നരുത്. അള്ളാഹുവേ, അത്തരം അപകടകരമായ ചിന്തകളിൽ ഞങ്ങളൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വരുന്നുണ്ട്. മഹാൻ ചോദിച്ചു, അലക്കും ഹാജ, നിങ്ങൾ എന്തിനാ എൻ്റെ കൂടെ വരുന്നത്? എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ കൂടെ വരുന്നത്?
നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് നടക്കാം എന്ന് ആഗ്രഹിച്ചിറങ്ങിയതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയാണിത്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ ഖുർആനിന്റെ പാണ്ഡിത്യമുണ്ടായിരുന്ന സ്വഹാബിയാണ്. തന്റെ കാലിന്റെ ഉള്ളകം അർശിൽ തട്ടി നിൽക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് കാലം ഇറാഖിലാണ് താമസിച്ചത്. അപ്പൊ ആളുകളൊക്കെ ആ മഹാനെ ബഹുമാനിച്ചുകൊണ്ട് കൂടെ നടക്കുകയാണ്. മഹാൻ ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കൂടെ വെറുതെ ഇറങ്ങിയതാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇർജിഉ ഫഇന്നഹാ ദില്ലത്തുൽ ലിത്താബിഇ വഫിത്നത്തുൽ ലിൽമത്ബൂഅ. നിങ്ങൾ എന്തിനാണ് എൻ്റെ കൂടെ നടക്കുന്നത്? ഫഇന്നഹാ ദില്ലത്തുൽ ലിത്താബിഇ. ഈ വരുന്ന നിങ്ങൾക്കത് നാണക്കേടല്ലേ? നിങ്ങൾ എന്തിന് നിസ്സാരന്മാരായി നടക്കണം? നിങ്ങൾ ഒന്നിനും പോരാത്തവരെ പോലെ. നിങ്ങൾക്കത് ദില്ലത്താണ്, നിങ്ങൾക്കത് അപമാനമാണ്. വഫിത്നത്തുൽ ലിൽമത്ബൂഅ. നിങ്ങൾ ആരുടെ കൂടെയാണോ നടക്കുന്നത് ആ ആൾക്ക് ഇത് ഫിത്നയാണ്, ഇത് ഫിത്നയാണ്. ഒരുപാട് ആളുകൾ ഒരാളങ്ങ് വലുതാക്കുകയും കൂടെ നടക്കുകയും ചെയ്യുമ്പോ ആ ആൾക്ക് തോന്നില്ലയോ, ഇത്രയും ആളുകൾ എന്റെ ചുറ്റിരിക്കുമ്പോ ഞാൻ തരക്കേടില്ലല്ലോ എന്ന് തോന്നിപ്പോകുമ്പോൾ അത് അഹങ്കാരമല്ലേ? അഹങ്കാരം ഒരു കടകമണിയുടെ അത്രയെങ്കിലും ഹൃദയത്തിലുള്ളവർക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ തഅലമൂന മാ അഅലം ലഹസൈതും അലാ റഅസി തുറാബ്. ജനങ്ങളെ, നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കല്ലേ. ഞാൻ എൻ്റെ അവസ്ഥ അല്ലാഹു എന്നെ പറ്റി അറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ എൻ്റെ തലയിലേക്ക് മണ്ണ് വാരി എറിയുമായിരുന്നു. അതുകൊണ്ട് നിങ്ങളാരും എൻ്റെ കൂടെ നടക്കല്ലേ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും അവനവന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഫിത്നകൾ ഖൽബിലേക്ക് വരുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ടവരാണ് നമ്മൾ. ഫിത്ന വരുന്നുണ്ടോ എന്ന് പേടിക്കണം ആളുകൾ ബഹുമാനിക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് നിസ്കാരവും തഹജ്ജുദും ഖുർആനൊക്കെ 2ഉം 3ഉം ജുസും നമ്മൾ റമദാനിൽ ഓതിയല്ലോ, ബാക്കിയുള്ളവർ ഓതിയിട്ടില്ലല്ലോ. ഞാനാണല്ലോ എൻ്റെ മഹലിൽ ഏറ്റവും കൂടുതൽ ഓതിയത്, ഞാൻ എപ്പോഴും ഖുർആൻ ഓതുന്ന ആളാണല്ലോ, ബാക്കിയുള്ളവർ അത്ര ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയെങ്കിലും ഒരു ചിന്ത വന്നു പോയാൽ അപകടമാണ്. അല്ലാഹുവേ, കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. അതുകൊണ്ടാണ് മഹാനായ റബീഉ ഇബ്നുൽ ഖുസൈം റളിയല്ലാഹു അൻഹു സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിലാണ് ചെയ്തിരുന്നത്. ആളുകൾക്കാണ് ചെയ്യുമായിരുന്നില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും ശ്രേഷ്ഠം, പള്ളിയിൽ ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമായത് വീടുകളിലാണ്. ആരും കാണാത്തിടത്ത് സ്വന്തം വീടിനുള്ളിൽ. ലാ തജഅലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളിൽ നിസ്കാരം നടക്കണം എന്ന ഉദ്ദേശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടുകൾ ഖബർസ്ഥാനാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റബീഉ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഏറ്റവും കൂടുതൽ നിസ്കരിച്ചത് വീട്ടിലാണ്. നാട്ടുകാർക്കറിയില്ലായിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ, അവരിൽ മുൻഗാമികളിൽ ചില ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്ത് കാണാൻ വേണ്ടി, സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും റൂമിലേക്ക് വന്നാൽ മഹാന്മാർ മുസ്ഹഫിന്റെ മീതെ ഒരു തലപ്പാവ് മറച്ചു വെക്കുമായിരുന്നു. എന്തിന്? ഞാൻ ഓതുകയായിരുന്നു എന്നവരറിയണ്ട എന്ന് വിചാരിച്ചിട്ട്, അതിൽ കാണണ്ട. അവനവന്റെ അമല് മറച്ചു വെക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമുക്ക് അഹങ്കാരം വരാതിരിക്കാനാണത്. അല്ലാഹു തആല അമലുകൾ റബ്ബ് കബൂലാക്കി തരട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. മദീനയിലെ ജനങ്ങൾക്ക് മുഴുവൻ തോളിൽ ഈ ജനങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം ഗോതമ്പിന്റെ ചാക്ക് പുറത്ത് ചുമന്ന് നടന്ന് മദീനയുടെ തെരുവുകളിലൂടെ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുത്തിരുന്ന, മദീനയിൽ ഏറ്റവും വലിയ റിലീഫ് പ്രവർത്തനം നടത്തിയ മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു സയ്യിദാണ്. ഹബീബായ തങ്ങൾ കുടുംബത്തിൽ നിന്ന് വരുന്ന മഹാനാണ്. ആ മഹാനുഭാവൻ വഫാത്തായതിന്റെ ശേഷമാണ്. കുളിപ്പിക്കാൻ കിടത്തിയപ്പോഴാണ് ശരീരത്തിൽ ആകമാനം തഴമ്പുണ്ട്. എവിടുന്ന് തഴമ്പ് വന്നു ഈ സയ്യിദിന്? ഈ തങ്ങൾക്ക് എന്തിനാണ് തഴമ്പ്? നോക്കുമ്പോൾ വഫാത്തിന് ശേഷം മദീനയിലെ ഒരുപാട് വീട്ടുകാർ പട്ടിണിയിലായപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹമായിരുന്നുവോ. രാത്രികളിൽ നമ്മൾ കിടന്നുറങ്ങുന്ന നേരത്തെ നമ്മൾ ആരെയും വിളിച്ചുണർത്താതെ, ആരോടുമൊന്നും പറയാതെ, നമ്മുടെ വീടുകളുടെ വാതിലിന് മുമ്പിൽ വെച്ച്
ഗോതമ്പിന്റെയും അരിയുടെയും സാധനങ്ങളും മറ്റൊക്കെ വീടിന്റെ പടിവാതിൽക്കൽ വെച്ച് പോയിരുന്ന, നമ്മളാരും അറിയാതെ നമുക്ക് വേണ്ടി സഹായിച്ചിരുന്ന ആ മഹാനു സൈനുൽ ആബിദീൻ തങ്ങളായിരുന്നുവല്ലേ എന്ന് മദീനക്കാരറിഞ്ഞത് മഹാനുഭാവന്റെ വഫാത്തിന് ശേഷമാണ്. ഇന്നിപ്പോ നാളെ നമ്മുടെ സൈനാർ സാഹിബൊക്കെ ജാർഖണ്ഡ്, ബംഗാളിലേക്കൊക്കെ പോവുകയാണ്. ഇവിടെ ലണ്ടൻ KMCCയുടെ ധനസഹായം 10 ലക്ഷത്തോളം രൂപ അവിടുത്തെ പാവപ്പെട്ടവർക്കും റോഹിംഗ്യൻ മുസ്ലിമീങ്ങളായി അഭയം തേടിയവർക്ക്, അഭയാർത്ഥികളായി കഴിയുന്നവർക്ക് ഒക്കെ എത്തിച്ചു കൊടുക്കാൻ ടി ബഷീർ സാഹിബിൻ്റെയൊക്കെ കാർമ്മികത്വത്തിൽ ഇവർ നാളെ ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി നിൽക്കുക. നാളെ 6 മണിക്ക്. അള്ളാഹു സംരംഭം സ്വീകരിക്കട്ടെ. നമ്മളറിയാത്ത ഏതോ നാട്ടുകാരായ പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് ഒരു കൈ സഹായം എത്തിക്കുകയാണ്. അതിനൊക്കെ പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആയിരക്കുകയാണ്. ലണ്ടനിൽ, യൂറോപ്പിൽ, ലോകത്തിൻ്റെ എല്ലാവിധ പളപളപ്പും സൗകര്യങ്ങളുമുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോഴും നമ്മുടെ നാട്ടിലേക്ക്, പാവപ്പെട്ട ജനങ്ങളിലേക്ക് മനസ്സു കൊടുക്കുന്ന നമ്മുടെ KMCCയുടെ പ്രവർത്തകന്മാർ അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് പുറത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് KMCCയുടെ ഭാരവാഹികളാണ്. കേരളം വിട്ടാൽ തന്നെ ബാംഗ്ലൂർ KMCC ഉണ്ട്, ഒരുപാട് ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന. അതുപോലെ ചെന്നൈ KMCC ഉണ്ട്, നമ്മുടെ സഹചാരിയുണ്ട്. ഒരുപാട് 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 ആളുകൾക്ക് നമ്മളറിയാത്തവർക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ആ സദഖക്ക് കൂലി കൂടുതലാണ്. അള്ളാഹുവെ നീ കബൂലാക്കണേ റബ്ബേ. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഈ ഉമ്മത്തിൻ്റെ എല്ലാ മുസീബത്തുകളെയും നീ തട്ടി ദൂരത്താക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയോട് ഒരാൾ വന്ന് പറയുകയാണ്, ലാ നസാലു ബിഖൈരിൻ മാ അബ്ഖാകല്ലാഹു ലനാ. അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞങ്ങൾക്കൊരു പ്രയാസവും വരില്ലല്ലോ. നിങ്ങൾ അത്ര വലിയ മഹാനാണല്ലോ. ഇതാരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. മക്കയിൽ ജീവിച്ച് മക്കയിൽ അവസാന കാലങ്ങൾ കഴിച്ചുകൂട്ടുകയും മക്കയിൽ അന്ത്യവിഷമം കൊള്ളുകയും ചെയ്യുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന എന്ന് പറഞ്ഞ മഹാനായ സ്വഹാബിയോട്, മഹാനായ ഇബ്നു ഉമറേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ഖൈറാണല്ലോ എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ എന്തറിഞ്ഞു? ഞാൻ കാരണം നിങ്ങൾക്ക് തുറക്കപ്പെടേണ്ട വാതിലുകൾ അടക്കപ്പെടുമോ? ഞാൻ കാരണം ഖൈറുണ്ടാകുമെന്ന് നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നു? ഞാൻ കാരണം നിങ്ങൾക്ക് ഖൈറിന്റെ വാതിലുകൾ അടക്കപ്പെടുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മഹാനവറുകളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, ആ പുകഴ്ത്തി പറയൽ എനിക്ക് വേണ്ട എന്ന് സ്നേഹത്തോടെ നിരസിക്കുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നമ്മളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. വഖുലിഖൽ ഇൻസാനു ദഈഫാ, നമ്മൾ ദുർബലരാണ്. വകാനൽ ഇൻസാനു ളുലൂമൻ ജഹൂലാ, മനുഷ്യൻ വിവരമില്ലാത്തവനാണ്, അക്രമകാരിയാണ്. അല്ലാഹുവേ, ഞങ്ങൾ മുഖസ്സിറൂന മുസ്തദഅഫൂൻ, പടച്ചവനെ ഞങ്ങൾ ദഈഫുകളാണ്, ഒരുപാട് തിന്മകളും പാപങ്ങളും ചെയ്തവരാണ്. റബ്ബേ, ഈ പരിശുദ്ധമായ രാവിന്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റബ്ബേ. പണ്ഡിതന്മാരൊക്കെ ഞങ്ങൾ അറിയപ്പെടാതിരുന്നെങ്കിൽ എന്ന് കൊതിച്ചവരാണ്. ഒരിക്കലും അറിയപ്പെടണം, ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടണം എന്ന ഒരാഗ്രഹം മനസ്സിൽ വന്നു പോകാനേ പാടില്ലെന്നാണ്. അള്ളാഹുവായിട്ട് നൽകുകയാണെങ്കിൽ അത് പടച്ച തമ്പുരാൻ നൽകുന്ന പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ആ വിഷയത്തെ അംഗീകരിക്കുക എന്നല്ലാതെ നമ്മളാരും അതിന്റെ പിന്നാലെ പോകാൻ പാടുള്ളവരല്ല. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന ഒരു കിണറിന്റെ അരികത്തെത്തിയപ്പോ മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവര് വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ആളുകൾ തിക്കും തിരക്കും കൂടുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് നിന്നപ്പോ അവിടെയുള്ള ആരും മഹാനവറുകളെ അറിഞ്ഞിട്ടില്ല. ആ തിക്കും തിരക്കിനുമിടയിൽ ചിലരൊക്കെ മഹാനവറുകളെ പിടിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കുടിച്ചവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൽ ഐശു ഇല്ലാ ഹകദാ, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്.
ഇങ്ങനെയാണ് വേണ്ടത്. നമ്മൾ ആരെന്നോ നമ്മുടെ മഹത്വം എന്തെന്നോ ഇതൊന്നും ആളുകൾ വിളിച്ചു പറയാതെ, ആളുകൾ അതൊന്നും ഗൗനിക്കാതെ അവരിൽ ഒരാളായി അവരുടെ കുത്തും തിരക്കും തിക്കും തിരക്കും എല്ലാം അനുഭവിച്ച് ജനങ്ങളിൽ ഒരുത്തനായി ജീവിക്കാനുള്ള ഈ ഒരു അവസരം വല്ലാത്ത സന്തോഷമായല്ലോ. എനിക്കിത് കൂഫയിൽ കിട്ടുന്നില്ലല്ലോ, എന്റെ നാട്ടുകാരെന്ന് ലഭിക്കുന്നില്ലല്ലോ എന്ന് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു. മഹാന്മാരായ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ വിനയാന്വിതരായി മടങ്ങണേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഹൃദയം ഭൗതികമായ നമ്മുടെ താല്പര്യങ്ങളിൽ നിന്ന് ശരീരത്തെ മനസ്സിനെ മോചിപ്പിക്കുകയും ചെയ്യുക. ഈ രാവ് ഒരാത്മവിചിന്തനമാവാം നമുക്കിവിടെ. നമ്മുടെ ശരീരത്തിന് മനസ്സിനോട് ഏറ്റവും ഇഷ്ടമുള്ളത് സമ്പത്താണോ, സൗകര്യങ്ങളാണോ, ദുന്യാവാണോ, അതല്ല അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്താണോ, അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താണോ, റബ്ബിനെ കാണാനുള്ള ആഗ്രഹമാണോ? ഏതാ മനസ്സിൽ ഏറ്റവും കൂടുതലുള്ളത്? നമ്മുടെ പരിപാടിയുടെ സഹായത്തിന് ബക്കറ്റുമായി വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കണേ ഇൻഷാ അല്ലാഹ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളുടെ ഖൽബിനുള്ളിൽ പൈസയോടുള്ള ആർത്തി, സമ്പത്തിനോടുള്ള ആഗ്രഹം മനസ്സിനുള്ളിൽ നിന്ന് പിടിച്ചു മാറ്റാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വയം മാതൃക തീർത്തിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാനവറുകൾ പ്രിയപ്പെട്ട സ്വഹാബിമാരായ അവിടുത്തെ കൂട്ടുകാരുടെ നിലപാടുകൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ പരിശോധന നടത്തുമായിരുന്നു. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് 400 ദീനാർ 400 സ്വർണ്ണ നാണയം കൊടുത്തയച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പരിചാരകനോട്, ആ വീടിന്റെ പരിസരത്ത് നിങ്ങളൊന്നും ചുറ്റിപ്പറ്റി നിൽക്കണമേ. അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹിന് 400 സ്വർണ്ണ നാണയം കിട്ടുമ്പോ എന്താണ് മഹാനവറുകളുടെ സ്വഭാവം എന്ത് എന്നറിയണം, എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത് എന്നറിയണം, ആ സമ്പത്ത് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നൊന്നറിയണം. നിങ്ങൾ അവിടെയൊന്ന് നിൽക്കണമേ, എന്നിട്ട് കുറച്ചു നേരം ഒന്ന് വീക്ഷിക്കണം എന്താണ് പൈസ കൊണ്ട് ചെയ്യുന്നത് എന്ന്. സത്യവിശ്വാസികളെ, പാവങ്ങളായി ജീവിച്ച് കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിച്ച് അള്ളാഹു സൗകര്യങ്ങളും നിഅമത്തും നൽകുമ്പോൾ സ്വഭാവവും ജീവിതവും മാറുന്നവർ, പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നവര്, സ്വന്തം കൂട്ടുകാരെ, വീട്ടുകാരെ, ഉടപ്പറപ്പിങ്ങളെ, ബന്ധുക്കളെ, അയൽപക്കക്കാരെ, കൂടെ പഠിച്ചവരെ കണ്ടിട്ടില്ലാത്ത വിധം കണ്ണുകൊണ്ട് കാണാതെ തന്നെ പോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ചുറ്റുമുണ്ട് എന്ന് കണ്ണുകൊണ്ട് നോക്കാൻ കഴിയാത്ത വിധം കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്ന ഐഹികമായ ലോകത്തിന്റെ ഭ്രമത്തിൽ നിന്ന് മനുഷ്യ ശരീരങ്ങളെ, മനസ്സുകളെ മോചിപ്പിക്കേണ്ട, ചിന്തിക്കേണ്ട, നമ്മുടെ ശരീരത്തെ സ്ഫുടം ചെയ്തെടുക്കേണ്ട ഒരു വിശുദ്ധരാവാണിത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു 400 സ്വർണ്ണ നാണയം കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഇദ്ഹബ് ബിഹാ ഇലാ അബീ ഉബൈദ, അവിടെ നിന്നിട്ട് നിങ്ങൾ ഒരൽപ്പനേരം നിങ്ങൾ വെറുതെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണേ. ഈ 400 ദീനാർ ഞാൻ കൊടുത്തയക്കുന്ന പൈസ കൊണ്ട് എന്താണ് അബൂ ഉബൈദ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സുകളെ സ്ഫുടം ചെയ്തെടുത്ത മഹാനാണ്. തന്റെ പരിചാരകർ മഹാനായ ഫാറൂഖ് തങ്ങളുടെ ആ ഒരു ഹദിയയുമായി കൊണ്ടുപോയി കൊടുത്ത് അമീറുൽ മുഅ്മിനീൻ കൊടുത്തയച്ചതാണ്. അബൂ ഉബൈദ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് മഹാനവറുകൾക്ക് കൊടുത്തപ്പോ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വന്നു, വസലഹുല്ലാഹു വറഹിമാ. ഉമർ എന്നവർ കാണിച്ച ഈ ബന്ധം ചേർത്തിയതിന് അല്ലാഹു ഉമർ എന്നവരോടുള്ള ബന്ധം ചേർക്കട്ടെ, അല്ലാഹു ഉമർ എന്നവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്നിട്ട് അബൂ ഉബൈദ തങ്ങൾ വിളിച്ചു വീട്ടിലെ പരിചാരികയെ, മോളെ ദാ ഇവിടുന്ന് ഒരു 50 ഇവിടെ കൊടുക്ക്, 100 ഇവിടെ കൊടുക്ക്, ഒരു 10 ഇവിടെ കൊടുക്ക്, 25 അവിടെ കൊടുക്ക്. 1 മണിക്കൂർ സമയത്തിനുള്ളിൽ കൊടുത്തയച്ച 400 സ്വർണ്ണ നാണയം മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു കൊടുത്തു തീർക്കുകയാണ് ഉണ്ടായത്. വീട്ടുകാർക്ക് ഒന്നുമേ അതിൽ ബാക്കി വെച്ചിട്ടില്ല. ആ ന്യൂസുമായി പരിചാരകൻ ഫാറൂഖ് തങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അടുത്തൊരു 400 സ്വർണ്ണ നാണയം കൊടുത്തയക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതാവ് സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആദ് തങ്ങളുടെ അരികത്തേക്കാ കൊടുത്തയക്കുന്നത്. പറഞ്ഞ പോലെ പറഞ്ഞു, മോനെ മുആദ് ഇബ്നു ജബൽ എന്നവർക്ക് ഈ 400 കൊടുത്താൽ നിങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കണം. എന്താണ് മുആദ് എന്നവർ ചെയ്യുന്നത് എന്നറിയണം.
പൈസ കാണുമ്പോൾ പണ്ഡിതന്മാർക്ക് എന്താണ് തോന്നുന്നത് എന്നറിയണം. പണ്ഡിതന്മാരുടെ നേതാവാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. 34-35 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ മരിക്കുകയും ഇസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നത്തി ബിറത്വതി ഹജറിൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാർക്ക് മുമ്പേ സ്വർഗ്ഗത്തിലെത്തുന്ന പണ്ഡിതന്മാരുടെ പണ്ഡിതനാണ് സ്വഹാബിയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻ. 400 ദിർഹം കൊടുത്തയച്ചപ്പോ മഹാനവറുകൾ വിളിച്ചു പറയുകയാണ്, മഹാനായ ഫാറൂഖ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. ആദ്യം വസലഹുല്ലാഹ്, അല്ലാഹു ഉമർ എന്നവർക്ക് കൂലി കൊടുക്കട്ടെ. എന്നിട്ട് അയൽപക്കക്കാര് നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും അത് ഓഹരി വെച്ച് കൊടുക്കുമ്പോ വീട്ടുകാര് പെണ്ണ് ഭാര്യ വിളിച്ചു പറയുന്നുണ്ട്, വല്ലാഹി നഹ്നു മസാകീൻ ഫഅതിനാ. മുആദ് ഇബ്നു ജബലേ, ഞങ്ങൾ മിസ്കീന്മാരാണ് കേട്ടോ, ഞാനും എൻ്റെ മക്കളും ഈ വീട്ടിലുണ്ട് മുആദേ, നിങ്ങൾക്ക് ഓർമ്മ വേണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി വെക്കണേ എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞപ്പോ അവസാനം 1 ദീനാറോ 2 ബാക്കിയുണ്ട്, അത് അവർക്ക് വേണ്ടി തട്ടിക്കൊടുത്തു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഈ സംഭവം ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ ഫസുറ ബിദാലിക, ഉമർ എന്നവർക്ക് വല്ലാത്ത സന്തോഷമുണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഅദുഹും മിൻ ബഅദ് ഇന്നഹും ഇഖ്വ ബഅദുഹും മിൻ ബഅദിൻ, അവര് ഒന്നിന് തുല്യരായ, ഒരുപോലെ തുല്യരായ കൂട്ടുകാരാണിവരെ. നോക്കണം, 2 പേരെ പരീക്ഷിക്കുകയാണ് ഉമർ എന്നവർ ചെയ്തത്. 2 പേരും ആ പരീക്ഷണത്തിൽ വിജയിച്ചു. അവരാരുടെയും ജീവിതത്തിലേക്ക് സമ്പത്തിനോടുള്ള ആർത്തിയോ സമ്പത്തിനോടുള്ള ആസക്തിയോ കൽബിലേക്ക് കയറിയിട്ടില്ല. ഇത് സത്യവിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്ക്, ദീനിന്റെ അഹ്ലുകാർക്ക്, ദാഇമാർക്ക് അനിവാര്യമായൊരു സ്വഭാവ ഗുണമാണ്. അല്ലാഹുവേ അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ ഗായത റഗ്ബത്തിനാ. നമ്മുടെ ജീവിതത്തിൽ കച്ചവടവും ജോലിയും വേണ്ട എന്നല്ല ഈ പറയുന്നത്. നമ്മുടെ കച്ചവടമോ ജോലിയോ സമ്പത്തോ ഇൽമു പഠിക്കാനും ഇബാദത്ത് ചെയ്യാനും നന്മകളിലേക്ക് ഓടിച്ചെല്ലാനും തടസ്സമാവരുത്. കച്ചവടം കൊണ്ട് വാളിന് പോകാൻ കഴിഞ്ഞില്ല, കച്ചവടം കൊണ്ട് സ്വലാത്തിന്റെ മജ്ലിസ്, കച്ചവടം കൊണ്ട് തറാവീഹ്, കച്ചവടം കൊണ്ട് ഖിയാമുൽ ലൈൽ നഷ്ടമായി, ഇങ്ങനെ ആയിപ്പോവരുത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ തെളിവ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഒരു ഹെഡിങ് തന്നെ കൊടുത്തത് അത്തനാവുബു ഫിൽ ഇൽമ്, അത്തനാവുബു ഫിൽ ഇൽമ്. ഇൽമു പഠിക്കാൻ വേണ്ടി ഊഴമായിട്ട് ഇൽമു പഠിക്കാൻ പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് മഹാനായ അല്ലാമ ഇമാം ബുഖാരി തങ്ങൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ് അവിടെ കൊടുക്കുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുഹാജിറാൻ, ഹിജ്റ ചെയ്തു വന്ന സ്വഹാബിയാൻ. മഹാനവറുകൾക്ക് മദീനയിൽ അഭയം കൊടുത്ത മദീനക്കാരനായ അൻസ്വാരി. കാന യസ്കുനു ഫീ അവാലിൽ മദീന, മദീനയുടെ മലഞ്ചെരുവിൽ കുറച്ച് ദൂരെയാണ് മഹാനവറുകൾ താമസിച്ചിരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് മസ്ജിദുൻ നബവിയിലേക്ക് ഹബീബായ നബി തങ്ങളെ കാണാനോ ഹദീസ് പഠിക്കാനോ എല്ലാ ദിവസവും വരാൻ കഴിയുമായിരുന്നില്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും എൻ്റെ കൂട്ടുകാരനും ഒരു തീരുമാനത്തിലെത്തി. ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലേക്ക് പോകണം, ദർസിലേക്ക് പോകണം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ആടുകളെ, നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ, ഒട്ടകത്തെ ഞാൻ നോക്കിക്കൊള്ളും. നിങ്ങൾ ഹബീബ നബി തങ്ങളുടെ ഹദീസുകൾ കേട്ടുവരിക. ആ കേട്ട ഹദീസ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. അത് കഴിഞ്ഞാൽ പിറ്റേന്ന് ഈ ആടുകളെ നിങ്ങൾ നോക്കണം. ഞാൻ ഹദീസ് പഠിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഞാൻ കേട്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിറ്റേന്ന് നിങ്ങൾ പോകണം. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. ഇങ്ങനെ ഊഴമായി അത്തനാവുബു ഫിൽ ഇൽമി, കച്ചവടം ചെയ്തിരിക്കെ, ആടുമാടുകളെ മേയിച്ചുകൊണ്ടിരിക്കെ, ജോലി ചെയ്തിരിക്കെ, ഒരു മഈശത്ത് വേണമല്ലോ ജീവിക്കാൻ. ആളുകളുടെ മുമ്പിൽ കൈ നീട്ടാതെ, ആളുകളോട് യാചിക്കാതെ, ജനങ്ങൾക്ക് ഭാരമാവാതെ ഇസ്സത്തുള്ളൊരു ജീവിതം വേണമല്ലോ. അല്ലാഹുവേ, നീ ഞങ്ങൾക്കത് നൽകണേ റബ്ബേ. ആ ജീവിതത്തിന്റെ വഴിയായി നമ്മൾ ജോലി ആവശ്യാർത്ഥം യാത്ര ചെയ്യുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്. ആ ജോലി ഒരിക്കലും തന്നെ ഇൽമ് ലഭിക്കാതിരിക്കാൻ ഇടയാവരുത്. ഇബാദത്തിന് സൗകര്യപ്പെടാതിരിക്കാൻ ഇടയാവരുത്. അല്ലാഹുവേ, അതുകൊണ്ടാണ് ദുആ ഇരക്കേണ്ടത്. അല്ലാഹുമ്മ ലാ തജ്അലിദ് ദുനിയാ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ ഗായത റഗ്ബത്തിനാ. അല്ലാഹുവേ, ഞങ്ങൾ വിജ്ഞാനം നേടുന്നുണ്ട്, അറിവ് കൊണ്ട് പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലായി പോവരുത്.
ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെ ലക്ഷ്യം ദുന്യാവായി പോകരുത്. ഞങ്ങളുടെ ലക്ഷ്യം അല്ലാഹുവേ ഈ ഐഹികമായ ഭ്രമമായി പോകരുത്. പടച്ചവനെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദുന്യാവിനോടുള്ള സ്നേഹം നൽകരുതേ. ആതിനി ദുന്യാ ഫീ ഐദീനാ, സമ്പത്ത് ഞങ്ങൾക്ക് വേണം, അത് കയ്യിൽ നൽകണം, മനസ്സിലേക്ക് നൽകരുതേ. വലാ തജ്അൽഹാ ഫീ ഖുലൂബിനാ, അങ്ങനെ ഹൃദയത്തെ നമ്മൾ മോചിപ്പിച്ചാൽ, ഖൽബുമായുള്ള ദുന്യാവിന്റെ ആ ഒരിക്കലും വേർപിരിയാത്ത ബന്ധത്തെ നമ്മളൊന്ന് ഉടച്ചു കളഞ്ഞാൽ നമ്മുടെ ഖൽബിന് ഇബാദത്തിലേക്കും അല്ലാഹുവിലേക്കുമുള്ള അടുപ്പവും സ്നേഹവും വർദ്ധിക്കുന്നതായി കാണുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രീതിയിലാണ് സ്വഹാബികൾക്ക് തർബിയത്ത് ചെയ്തത്. മുഅ്മിനെ, ഈ പരിശുദ്ധമായ രാവ് അമലുകൾ ചെയ്യേണ്ട രാവാണിത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അറിവുകൾ നമുക്ക് സമ്പാദിച്ചു കിട്ടിയത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതുവരെ പഠിച്ചത് ജീവിതത്തിലേക്ക് പകർത്തേണ്ട സമയം. എന്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാകുന്നില്ല? സ്വഹാബിമാർ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാവാനുള്ള അറിവ് നബി തങ്ങളോട് ചോദിച്ചു പഠിക്കുന്നവരാണ്. തങ്ങളോട് ചോദിച്ചു പഠിക്കും, എനിക്ക് മാറ്റം വേണം, എനിക്ക് നന്നാവണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ, യാ റസൂലല്ലാഹ്, നബിയേ, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫീ സ്വലാത്തി, നബിയേ, എൻ്റെ നിസ്കാരങ്ങളിൽ, വഫീ ബൈതി, എൻ്റെ വീട്ടിലെ എൻ്റെ പ്രാർത്ഥനകളിൽ എനിക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തരണേ നബിയേ എന്ന് ചോദിച്ചത് ആരാണ്? ഹബീബിന്റെ കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഹബീബിനോട് ദുആ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ബുർസ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളോട് വന്ന് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി ലാ അദ്രി ലഅസാ അൻ തംദിയ വഅബ്ഖാ ബഅദക ഫസവ്വിദ്നി ഷൈഅൻ യൻഫഉനില്ലാഹു ബിഹി, നബിയേ, അങ്ങ് മരിക്കുകയും അങ്ങയുടെ വഫാത്ത് കഴിഞ്ഞ് ജീവിക്കാൻ അല്ലാഹു എനിക്ക് അവസരം നൽകുകയും ചെയ്യുകയാണെങ്കിൽ, ഹബീബായ നബി, എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എനിക്കൊരറിവ് നൽകണമേ എന്ന് നബിയോട് ചോദിച്ചു. മഹാനായ അബൂ ബുർസ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹബീബിനോട് ചോദിച്ചുവല്ലോ, യാ നബിയല്ലാഹി, അയ്യുൽ അമാലി അഖ്റബു ഇലൽ ജന്ന, നബിയേ, ഏത് കർമ്മമാണ് സ്വർഗ്ഗത്തിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമായത്? മഹാനായ അബൂദറുൽ ഗിഫാരി എന്ന ഗിഫാറിന്റെ നായകൻ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മഹാന്മാർ പറയും, ലൗലൽ ഇസ്ലാം, ഇസ്ലാം ഇല്ലായിരുന്നുവെങ്കിൽ അബൂദർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിലെ ഒരു കൊള്ള സംഘത്തിന്റെ നേതാവായി മാറിപ്പോയേനെ. ആ അബൂദർ റളിയല്ലാഹു അൻഹുവാണ് ജീവിതം മുഴുവനും പരിത്യജിക്കുകയും അല്ലാഹുവിന്റെ ഖുർബിലേക്ക്, മഅരിഫത്തിലേക്ക്, ഇർഫാനിലേക്ക് മടങ്ങുകയും ചെയ്ത് ഹബീബായ നബി തങ്ങളുടെ ചര്യകളെ പിൻഗാമികൾക്ക് പകർത്തി കൊടുക്കാൻ കഴിഞ്ഞ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഹബീബിനോട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ അമാലി അഫ്ളു, ഏത് കർമ്മമാണ് നബി ഏറ്റവും നല്ലത്? ഹബീബിന്റെ മറുപടി, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ് അബൂദറേ, വൽ ജിഹാദു ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരത്തോട്, തിന്മയോട്, അധർമ്മത്തോട് മുഖം തിരിഞ്ഞു നിൽക്കലാണ് അബൂദറേ ഏറ്റവും വലിയ നന്മ. മഹാനവറുകൾ ചോദിച്ചു, അയ്യു റിഖാബി അഫ്ളു, നബിയെ, ഞാൻ അടിമകളെ മോചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഏതടിമകളാണ് നല്ലത്? ഹബീബിന്റെ മറുപടി, അൻഫസുഹാ ഇൻദ അഹ്ലിഹാ വഅക്സറുഹാ സമനാ, നല്ല വിലപിടിപ്പുള്ളതായിക്കോട്ടെ, നല്ല വിലപിടിപ്പുള്ളത്, നല്ല മാന്യതയുള്ള മാന്യന്മാരായ അടിമകള്, അവരെ തന്നെ ആവട്ടെ മോചിപ്പിക്കുന്നത്. ഫഇല്ലം അഫ്അൽ, നബിയേ, എനിക്ക് അടിമകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, തുഈനു സാനിഅൻ ഔ തസ്നഉ ലി അഖ്റഖ്, അബൂദറേ, നിങ്ങൾ ആളുകൾക്ക് സേവനം ചെയ്തു കൊടുക്കണം, ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കണം, ജോലിയില്ലാത്തവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ സ്വഹാബിമാർ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികത്ത് വന്ന് ചോദിച്ചു പഠിക്കുകയാണ്. ഇന്ന് വിജ്ഞാനത്തിന്റെ സംരംഭങ്ങൾ എത്രയാണ്! അറബി കോളേജുകളും പള്ളി ദർസുകളും നാട്ടു ദർസുകളും ഒക്കെ ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. നന്മയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയെല്ലാം വാതായനങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഒരാഗ്രഹം മനസ്സിലുണ്ടാവട്ടെ, എനിക്ക് നന്നാവണം എന്നൊരാഗ്രഹം. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബിമാർ വിജയത്തിന്റെ മന്ത്രങ്ങൾ ചോദിച്ചു വാങ്ങുമായിരുന്നു. ഒരാൾ വന്ന് ഹബീബിനോട് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ,
കൈഫ അഖൂലു ഹീന അസ്അലു റബ്ബി, എന്റെ റബ്ബിനോട് ദുആ ഇരക്കുമ്പോ, എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ ഞാൻ എന്താ നബിയെ പറയേണ്ടത്? ഒരു സാധുവായ സ്വഹാബി അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, എങ്ങനെയാ നബിയെ ദുആ ഇരക്കേണ്ടത്? ഞാൻ എന്താ റബ്ബിനോട് ചോദിക്കേണ്ടത്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖുൽ, പറഞ്ഞേക്കണം, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, എനിക്ക് റഹ്മത്ത് ചെയ്യണമേ, വആഫിനി വർസുഖ്നി, എനിക്ക് ആരോഗ്യം നൽകണേ റബ്ബേ, റിസ്ഖ് നൽകണേ തമ്പുരാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിന്റെ വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, യജ്മഅന ലക ദുന്യക ദീനക വദുന്യാക, നിങ്ങളുടെ വിരലുകൾ ചേർത്ത് വെച്ച് അല്ലാഹുവിനോട് നിങ്ങൾ കയ്യൊത്തി ദുആ ചെയ്താൽ, ഈ വാക്കുകൾ ചൊല്ലിയാൽ ദുന്യാവും ആഖിറവും നിങ്ങൾക്ക് ലഭിക്കും. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി, ഈ 4 വചനങ്ങൾ ദുന്യാവും ആഖിറവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഹബീബിന്റെ മറുപടി. എത്രയെല്ലാം നന്മകളുടെ വഴികളാണ് നമ്മുടെ മുമ്പിൽ നബി തങ്ങൾ തുറന്നു വെച്ച് തന്നിട്ടുള്ളത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്, റളിയല്ലാഹു തആല അൻഹ, ഹബീബായ നബിയേ, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് ഞാൻ അറിഞ്ഞാൽ എന്താ നബിയെ ഞാൻ പറയേണ്ടത്? നബി പഠിപ്പിച്ചു കൊടുത്തുവല്ലോ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് സന്തോഷം കണ്ട ഒരു ദിവസം, ഹബീബിന്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം. അപ്പോഴല്ലേ ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റൂ. മുത്തുനബി തങ്ങളോട് ബീവി ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ് ഇന്നലി ഇലൈക ഹാജ, നബിയെ എനിക്ക് അങ്ങയോട് ഒരാവശ്യമുണ്ട് നബിയെ, ഒരാഗ്രഹമുണ്ട് നബിയെ, ഒരാഗ്രഹമുണ്ട് നബിയെ, ഞാൻ ചോദിച്ചോട്ടെ? ആയിഷ ബീവി, ചോദിച്ചോളൂ സലീനി, ചോദിച്ചോളൂ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ബീവി പിന്നെയും പറഞ്ഞു, നബിയെ ഞാൻ ചോദിക്കട്ടെ, എനിക്കത് നൽകുമോ? തങ്ങൾ പറഞ്ഞു, തരാം ആയിഷ, ചോദിച്ചോളൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെറുപ്പക്കാരിയായ മഹദി ഹബീബായ നബി തങ്ങൾ വഫാത്താകുമ്പോൾ 18 വയസ്സല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക്. ആ മഹദിയാണ് ഹബീബിനോട് ചോദിക്കുന്നത്, എന്തായിരിക്കും ഒരു ചെറുപ്പക്കാരിയായ ഭാര്യ ഹബീബായ നബി തങ്ങളെ പോലെയുള്ള ഒരു ഭർത്താവിനോട് ചോദിച്ച ചോദ്യം എന്തായിരിക്കും? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു നബിയോട്, ഹബീബിന്റെ മുഖത്തെ ഏറ്റവും സന്തോഷം കണ്ട ഒരു നേരത്ത്, ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ, എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ നബിയേ, അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണേ, ആയിഷാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയൂ നബിയേ. ഹബീബായ നബി തങ്ങൾ കയ്യൊത്തി ദുആ ഇരക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ, അല്ലാഹുമ്മ ഗ്ഫിർലി ആയിഷ, എൻ്റെ ആയിഷാക്ക് പുറത്തു കൊടുക്കണേ, ആയിഷാക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം. നബി തങ്ങൾ ചോദിച്ചു, ആയിഷ നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, വമാലിയ ലാ ഉസർ, നബിയേ എനിക്ക് സന്തോഷിച്ചൂടെ നബിയേ? എനിക്ക് വേണ്ടി റസൂലല്ലേ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചത്. ഹബീബ് പൊറുക്കലിനെ ചോദിച്ചാൽ അല്ലാഹു മാപ്പ് തരുമല്ലോ. ആ സന്തോഷത്തിലാണ് നബിയെ ഞാൻ. ഹബീബായ നബി തങ്ങൾ ആ മറുപടിക്ക് നബി തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. ആയിഷ നിങ്ങൾക്കറിയുമോ, ഏത് രാത്രിയിലും എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി വരാൻ പോകുന്നവർ, എൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്നവരെ, അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഏകനായ അല്ലാഹുവാണ് ആരാധനക്കർഹനെന്നും മുഹമ്മദ് നബി തങ്ങൾ അല്ലാഹുവിൻ്റെ തിരുദൂതരാണെന്നും വിശ്വസിക്കുന്ന എൻ്റെ ഉമ്മത്തികളായ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ ദുആ ഇരക്കാത്ത ഒരു രാത്രിയുമില്ല ആയിഷ. ഞാൻ എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ഇരക്കാത്ത ഒരു രാവുമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിൻ്റെ മേൽ നമുക്ക് സ്വലാത്ത് ചൊല്ലണം. ഒന്ന് എഴുന്നേറ്റുന്ന സ്വലാത്ത് ചൊല്ലുക. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. വിജയത്തിൻ്റെ എത്രയെല്ലാം വഴികളാണ് ഹബീബായ നബി തങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് തന്നിട്ടുള്ളത്. അവിടുന്ന് പറയുമായിരുന്നു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനങ്ങളുടെ നേതാവായ ഒരു പ്രാർത്ഥനയുണ്ട്. ആരെങ്കിലും ആ പ്രാർത്ഥന മഗ്രിബായതിനു ശേഷം ചൊല്ലുകയും സുബ്ഹിന്റെ മുമ്പായിട്ട് അല്ലാഹു അവരെ മരിപ്പിക്കുകയും ചെയ്താൽ മൂഖിനം ബിഹാ, അള്ളാഹു പുറത്തു തരുമെന്ന ഉറപ്പിലാണത് ചൊല്ലിയതെങ്കിൽ അള്ളാഹു തആല അവർക്ക് സ്വർഗം കൊടുക്കുമെന്ന് ഉറപ്പാണെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ആരെങ്കിലും ആ ദിക്ർ ചൊല്ലിയാൽ മഗ്രിബിന്റെ മുമ്പെങ്ങാനും മരിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ولو كان مثل زبد البحر. സമുദ്രത്തിലെ നുരകളോളം വരുന്ന പാപങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ തന്നെയും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കേണ്ട ആ മര്യാദയിലും മനസ്സുറപ്പിലും റബ്ബിനോട് ചോദിച്ചാൽ ഈ ഇസ്തിഗ്ഫാറിന്റെ ദുആ കൊണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹു മാപ്പ് ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, അള്ളാഹു ഞങ്ങളുടെ കൂട്ടുകാർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര്, ഈ ചുഴലി പ്രദേശത്തുള്ളവർ, ഇവിടുന്ന് മരിച്ചുപോയ ഒരുപാട് മുഅ്മിനാത്തുകൾ, ഞങ്ങളുടെ പല നാടുകളിലുമായി മരിച്ചു കിടക്കുന്നവര്, പ്രവാസ ലോകങ്ങളിൽ കഴിയുന്നവർ, അല്ലാഹുവേ ഞങ്ങളെല്ലാവർക്കും നീ പരിശുദ്ധമായ രാവിൽ ഇത്ഖും മിനന്നാർ, നരകമോചനം നൽകണേ റബ്ബേ. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ തസ്കിയത്ത് ചെയ്യണേ റബ്ബേ. ഇഫ്അലുൽ ഖൈറ ദഹറക്കും, നിങ്ങൾ കാലം മുഴുവൻ നന്മ ചെയ്യണേ. അലാ വതഅറദൂ ലിനഫഹാതി റബ്ബിക്കും, നിങ്ങൾ അല്ലാഹുവിൻ്റെ കരുണയുടെ മന്ദമാരുതൻ അടിച്ചു വീശുമ്പോൾ ആ കാറ്റിലേക്ക് നിന്നു കൊടുക്കണമേ. ലഅല്ലഹാ, ആർക്കെങ്കിലും ആ കാറ്റ് ഏശുകയാണെങ്കിൽ, ആ കാറ്റേശിയാൽ ആ യഷ്ഖാ ബഅദഹാ അബദാ, ഒരിക്കലും പിന്നെ പരാജയമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ആ റഹ്മത്തിന്റെ മന്ദമാരുതൻ അടിച്ചു വീശുന്നിടയുള്ള വിശുദ്ധ രാവാണല്ലോ ഇത്. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ നഫഹാത്തുകൾ ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് നൽകണേ റബ്ബേ. ലോക മുഅ്മിനീങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, വഴിതെറ്റ് ജീവിക്കുന്നവർക്ക് നന്മയിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു അറാബിയായ മനുഷ്യനാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് വന്ന് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അല്ലിംനി അമലൻ യുദ്ഖിലുനിൽ ജന്ന. നബിയേ, സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരണേ നബിയേ. ഹബീബായ നബി തങ്ങൾ, ലഇൻ കുൻത ഖസർതൽ ഖുത്ബ,
ലഖദ് അറൽതൽ മസ്അല. ഇത് ചെറിയ ചോദ്യമാണ്, പക്ഷേ ഇത് വലിയ ചോദ്യമാണ്. മുത്തുനബി തങ്ങളുടെ മറുപടി വന്നു, അഅ്തിഖിൻ നസമ വഫുക്കർ റഖബ. നിങ്ങൾ അടിമകളെ മോചിപ്പിക്കണം, അടിമമോചനം ചെയ്യണം. വേറെ ഒരാൾ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു ഇതേ ചോദ്യം, നബിയെ ദുല്ലനി അലാ അമലിൻ യുദ്ഖിലുനിൽ ജന്ന ഔ അൻതഫിഉ ബിഹി. നബിയെ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ റസൂലേ, സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ. യഅ്സിലിൽ അദാ അൻ തുരീഖിൽ മുസ്ലിമീൻ. വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകൾ ജീവിക്കുന്നിടത്ത് അവർക്ക് പൊതുവഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കണേ. യഅ്സിലിൽ അദാ അൻ തുരീഖിൽ മുസ്ലിമീൻ. നമ്മുടെ വഴികളൊക്കെ ഇടുങ്ങിയ കാലമാണിത്. വഴിയുടെ പരിസരങ്ങളിലൂടെ കടന്നു പോകുന്ന, നമ്മുടെ വീടിന്റെ അതിരിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഒരു വാഹനം കൊണ്ടുപോകാൻ കഴിയാത്ത വിധം, പ്രയാസപ്പെടുത്തുന്ന വിധം അതിരുകളൊക്കെ ചേർത്ത് റോഡിലേക്ക് ഇറക്കി വെച്ച് ഒരൽപ്പമൊന്ന് നമ്മുടെ ലാൻഡിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക് നമ്മുടെ മതിലൊന്ന് ഒരൽപ്പം ചേർത്ത് വെച്ചാൽ വഴിയാത്രക്കാർക്ക് ഒരുപാട് സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമായിരിക്കെ അത് ചെയ്യാതിരിക്കുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് ആലോചിച്ചു നോക്കൂ. ഒരു അരച്ചാൺ ഭൂമിയുടെ വില നോക്കിയിട്ടാണ് നമ്മൾ സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്നത്. യഅ്സിലിൽ അദാ അൻ തുരീഖിൽ മുസ്ലിമീൻ. വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാത്ത വിധം വഴിയിലെ തടസ്സങ്ങൾ നീക്കിക്കൊടുത്താൽ എന്ന് പറഞ്ഞെടുത്ത് ഒരു മുള്ളെടുക്കൽ മാത്രമല്ലല്ലോ, നമ്മുടെ വീടിന്റെ ഒരു മതിൽ കെട്ടുന്ന ഭാഗത്ത് വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു വണ്ടിക്ക് വളയാൻ കഴിയാത്ത വിധമുള്ള നമ്മുടെ മതിലുകളൊക്കെ കൂർപ്പിച്ചു വെക്കുമ്പോൾ അതൊന്ന് ഒരൽപ്പം ചേർത്ത് ഇങ്ങോട്ടൊന്ന് വളച്ചു കൊടുത്താൽ വഴിയാത്രക്കാർക്ക് സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന അമല് നമ്മുടെ അരച്ചാൺ ഭൂമി കൊണ്ടാണ്. ഒരുപക്ഷെ ഒരേക്കർ സ്ഥലം അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കുന്നതിനേക്കാളും സ്വർഗത്തിലേക്ക് പോകാൻ ഈ മനുഷ്യന് സാധ്യമാവുക തൻ്റെ വീടിന്റെ പരിസരത്ത് കൂടെ പോകുന്ന വഴിയാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കാതെ നമ്മുടെ ഇടുങ്ങിയ വഴികളൊക്കെ ഒന്ന് സൗകര്യം ചെയ്തു കൊടുത്താൽ എത്ര വലിയ അമലാണിതൊക്കെ. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അന്വേഷിക്കുമ്പോൾ ഇവിടെയെല്ലാം എന്തെല്ലാം അമലുകളാണ് നബി തങ്ങൾ പറഞ്ഞു വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് മഹാനായ അബൂ ജരീൽ ഹുജൈനി റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, റസൂലേ, ഇന്നാ ഖൗമും മിൻ അഹ്ലിൽ ബാദിയ. ഞങ്ങൾ നാട്ടുംപുറത്തുകാരാ നബിയെ, നമ്മൾ ഗ്രാമത്തുകാരാ നബിയെ, ഞങ്ങൾക്ക് സംസ്കാരമൊന്നും അറിയില്ല. ഫഅല്ലിംനാ ശൈഅൻ യൻഫഉന അല്ലാഹു തബാറക വതആല ബിഹി. നബിയെ, എന്തെങ്കിലും നന്മകൾ പഠിപ്പിച്ചു തരണേ. ഞങ്ങൾ കാട്ടുംപുറത്തുനിന്ന് വരാണ്, ഞങ്ങൾ നാട്ടിൽ ജീവിക്കുന്നവരല്ല, കാടൻ പ്രദേശങ്ങളിൽ കഴിയുന്നവരാണ്. അള്ളാഹു ഞങ്ങൾക്ക് ബർക്കത്ത് തരാൻ കാരണമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണേ നബിയെ. ഫഖാൽ, ലോകത്തിന്റെ ഗുരു പറഞ്ഞു കൊടുത്തുവല്ലോ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ. ഒരു നന്മയും നിസ്സാരമായി കാണരുത്, ഒരു ചെറിയ നന്മയും നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുൽഖിൻ. നിങ്ങൾ ആളുകളെ കണ്ടുമുട്ടുമ്പോ നിങ്ങളുടെ കൂട്ടുകാരോട് നല്ല മുഖപ്രസന്നതയോടുകൂടെ പുഞ്ചിരിച്ച് ഒരു മുഖം, ആ പുഞ്ചിരിയുടെ മുഖം കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ പോലും അതുപോലും നിസ്സാരമായി കാണരുത്. ഞാൻ എന്തിനാ ചിരിക്കുന്നത്, ഞാൻ എന്തിനാ പുഞ്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോവല്ലേ. ഒരു ചെറിയ നന്മയും ഒരു 10 രൂപയല്ലേ എൻ്റെ കയ്യിൽ കൊടുക്കാനുള്ളൂ, അതെങ്കിൽ അതാവട്ടെ, അത് ചെറുതാണെന്ന് വിചാരിച്ച് കൊടുക്കാണ്ടിരിക്കല്ലേ. ഒരു നന്മയും നിങ്ങൾ ചെറുതായി കാണരുതേ. അള്ളാഹു നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ ഇത് മതിയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഇതേ സ്വഹാബി അബൂ ജരീൽ ഹുജൈനി റളിയല്ലാഹു അൻഹു കടന്നു വന്ന മറ്റൊരു രംഗമുണ്ട്. മുത്തുനബി തങ്ങളാണെങ്കിലോ ഒരു പുതപ്പ് ധരിച്ചിരിക്കുകയാണ്. ആ പുതപ്പിന്റെ നൂലുകൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മുത്തുനബിയോട് വന്ന് ചോദിച്ചു, അയ്യുക്കും മുഹമ്മദു, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഔ റസൂലുള്ളാഹ്, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിന്റെ റസൂൽ. ഹബീബായ നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ചു, ഞാൻ തന്നെയാണ്. ഫഔമഅ ബിയദിഹി ഇലാ നഫ്സിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മുത്തുനബി തങ്ങൾ സ്വന്തം നഫ്സിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചോദ്യം, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി മിൻ അഹ്ലിൽ ബാദിയ വഫീ ജഫാഇഹിം ഫഔസിനി. നബിയേ, ഞങ്ങൾ നാട്ടുംപുറത്തുകാരാ, ഞങ്ങൾ മലകളിൽ താമസിക്കുന്നവരാണ്,
ഞങ്ങളുടെ പരിപരുത്ത സ്വഭാവം, ഞങ്ങളുടെ ഒരു അച്ചടക്കക്കുറവ് അതൊക്കെ ഉണ്ടാകും നബിയെ, പൊറുക്കണേ. എന്നാലും എനിക്കൊരു ഉപദേശം തരൂ, ഫൗസിനി, എനിക്കൊരു ഉപദേശം തരണേ നബിയെ, രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട് നബിയെ, എന്നൊന്ന് കൈപിടിക്കണേ എന്ന് ഹബീബിനോട് ചോദിച്ചു വരികയാണ്. ഫഖാൽ, ഹബീബിന്റെ മറുപടി, വലാ തസുബ്ബന്ന അഹദാ, നിങ്ങൾ ആരെയും ചീത്ത വിളിക്കരുത്, ആരെയും ചീത്ത പറയരുത്. ലാ തസുബ്ബന്ന അഹദൻ, നിങ്ങൾ ആരെയും ചീത്ത പറയരുത് എന്ന് ഹബീബിന്റെ ഒരു ഉപദേശം. മഹാനായ അബൂജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ സബബ്തു ബഅദഹു അബദാ അഹദൻ വലാ ഷാതൻ വലാ ബഈറാ. ഹബീബായ നബി ആ പറഞ്ഞ ആ നിമിഷം മുതൽ ഒരു മനുഷ്യനെ ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല, ആടിനെയോ ഒട്ടകത്തെയോ പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് അബൂജരീൽ ഹുജൈനി റളിയല്ലാഹു തആല അൻഹു ഹബീബ പറഞ്ഞത് അങ്ങനെ സ്വീകരിക്കുകയാണ്. നോക്കണം, നാളെ മുതലാവാം എന്നല്ല, ഇന്നു മുതൽ, ഈ സെക്കൻഡ് മുതൽ. ഫമാ സബബ്തു ബഅദഹു അബദാ ലാ ഷാതൻ വലാ ബഈറാ, ഒരു ഒട്ടകത്തെയോ ആടിനെ പോലും ഞാൻ ചീത്ത വിളിച്ചിട്ടില്ല. നബി എന്നോട് പറഞ്ഞ മറുപടി അതാണ്, ഹബീബിന്റെ ഉപദേശം അതായിരുന്നു. ലാ തസുബ്ബന്ന അഹദൻ, ഒന്നിനെയും ഒരാളെയും നിങ്ങൾ ചീത്ത പറയരുത്. ഞാനത് സ്വീകരിച്ചു. വിജയത്തിലേക്കുള്ള വഴികളാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ഒരാൾ ചോദിച്ചു, യാ നബിയല്ലാഹ്, നബിയേ, ഇന്നി ശൈഖുൻ കബീറുൻ അലീൽ, ഒരുപാട് പ്രായമായി നബിയേ, എനിക്ക് നല്ല വയസ്സുണ്ട് നബിയേ, പുറമെ ഒരുപാട് രോഗങ്ങളുമുണ്ട്. യശഖു അലയ്യൽ ഖിയാം, റമളാനിന്റെ രാവുകളാണ്, രാത്രി നിന്ന് നിസ്കരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. ഫഅ്മുർനി ബിലൈലത്തിൻ ലഅല്ലല്ലാഹ യുവഫിഖുനി ഫീഹാ ലിലൈലത്തിൽ ഖദർ, ലൈലത്തുൽ ഖദറിന് സാധ്യമായ 5 രാവുകളോ അല്ലെങ്കിൽ റമളാനിന്റെ അവസാനത്തെ 10 മുഴുവനോ, ഇതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള ഒരു രാത്രി പറഞ്ഞു തരൂ നബിയേ, അന്ന് ഞാൻ നിന്ന് നിസ്കരിച്ചോളാം. എനിക്ക് നിൽക്കാൻ പറ്റില്ല നബിയേ, അസുഖമാണ്, ഒരുപാട് പ്രായമായില്ല നബിയേ, ഞാൻ വയസ്സനായില്ലേ എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ കൊടുത്ത മറുപടി, അലൈക ബിസ്സാബിഅ, എന്നാൽ അത് 27-ാം രാവിലായിക്കോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിജയം ചോദിച്ചു വന്ന വന്യവയോധികനോട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, മറ്റൊരാൾ വന്ന് ചോദിക്കുന്നു, അബൂ ഫാത്തിമ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി ബിഅമലിൻ അസ്തഖീമു അലൈഹി വഅമലുഹു, റസൂലേ, എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങ് പറഞ്ഞു തരണേ. അസ്തഖീമു അലൈഹി വഅമലുഹു, ഞാൻ സ്ഥിരമായി കൊണ്ടു നടക്കാം, ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ. ഖാല അലൈക ബിസ്സുജൂദ്, നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് വർദ്ധിപ്പിക്കണേ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണേ. ഫഇന്നക ലാ തസ്ജുദു ലില്ലാഹി സജദതൻ ഇല്ലാ റഫഅക അല്ലാഹു ബിഹാ ദറജ വഹത്ത ബിഹാ അൻക ഖതീഅ, നിങ്ങൾ അല്ലാഹുവിന് ഒരു സുജൂദ് ചെയ്താൽ ഒരു സ്ഥാനം അല്ലാഹു നിങ്ങൾക്ക് ഉയർത്തുകയും ഒരു തെറ്റ് അല്ലാഹു നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ സാരോപദേശങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തത്ബീതാ. സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞ പോലെ നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ നമുക്ക് അടിപതറാതെ നിലനിൽക്കാൻ ഇത് തന്നെ മതിയായിരുന്നു. വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി ലകാന ഖൈറൻ ലഹും വഅശദ്ദ തത്ബീതാ. നമ്മൾ അടിയുറച്ചു നിൽക്കാനും ഈമാൻ വർദ്ധിക്കാനും ഇത് തന്നെ മതിയായിരുന്നു. അല്ലാഹുവേ, കേട്ടതും പഠിച്ചതും അനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. എത്രയെല്ലാം കൊച്ചു കൊച്ചു അമലുകളാണ്, എത്ര വലിയ പ്രതിഫലങ്ങളാണ് വിധങ്ങൾ തന്നത്. എത്ര പ്രതിഫലങ്ങളാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ പോലും ആലോചിച്ചു നോക്കൂ. ഒരു രാത്രിക്കാണ് 10-12 മണിക്കൂറുകൾക്ക് താഴെ, ഈ 12 അല്ലെങ്കിൽ 11 മണിക്കൂറുകൾ, അതിൽ താഴെയോ കൂടുതലോ ആവാം. ഒരു രാത്രിക്കാണ് 84 കൊല്ലങ്ങളുടെ, 84 രാത്രിയല്ല, 84 വർഷം
84 വർഷത്തിലെ രാവും പകലിന്റെയും കൂലി. നമ്മൾ ഈ പറയുന്ന നന്മകൾക്ക്, നമ്മൾ കേൾക്കുന്ന നന്മകൾക്ക്, നമ്മുടെ നാവിൽ ഉരുവിടുന്ന സ്വലാത്തുകൾക്ക്, ദിക്റുകൾക്ക്, ഈ വിശുദ്ധമായ രാവിൽ ഇനി സുബ്ഹിന്റെ മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇബാദത്തുകൾക്ക് മുഴുവൻ ഈ ഒരു രാവിൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മഹത്വമല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, മൻ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, ഞാൻ വുളൂ എടുത്ത് പഠിപ്പിച്ച പോലെ നിങ്ങൾ വുളൂ എടുക്കുകയാണെങ്കിൽ, ثم صلى ركعتين, 2 റക്അത്ത് നിങ്ങൾ വുളൂ എടുത്ത് നിസ്കരിക്കുന്നു, ലാ യുഹദ്ദിഥു ഫീഹിമാ നഫ്സഹു, ആ നിസ്കാരത്തിൽ നിങ്ങൾ വേറെ ചിന്തകളിലേക്കൊന്നും പോകരുത്. 2 റക്അത്ത് വുളൂ എടുത്തിട്ട് അല്ലാഹനെ മാത്രം ആലോചിച്ച് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിന്റെ ഒരു അക്ഷരത്തിന് 10 കൂലി. വിശുദ്ധ ഖുർആനിലാണെങ്കിലോ 3 ലക്ഷത്തോളം അക്ഷരങ്ങളുണ്ട്. 3 ലക്ഷത്തോളം അക്ഷരങ്ങൾ. ഖുർആൻ ഖത്തം തീർത്താൽ 3 മില്യനാണ് കൂലി, 30 ലക്ഷമാണ് പ്രതിഫലം. നോക്കണം, അത്രയും വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് സാധാരണ നൽകുന്നുണ്ട്. അത് റമളാനിലേറെയാണ്, റമളാനിന്റെ അവസാനത്തെ 10-ൽ കൂടുതലാണ്. അത് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ പറയുകയും വേണ്ടല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ വചനങ്ങളിലെ അഫ്ളലായ വചനം ഞങ്ങൾ ഓതുകയാണ് റബ്ബേ. മാ അഫ്ളലു ഫിൽ ഖുർആൻ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, സയ്യിദുൽ ഖുർആനിനോട്, ഉബയ്യ് ഇബ്നു കഅബേ, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹു വറസൂലുഹു അലം. വിനയാന്വിതനായി മഹാനായ ഉബയ്യ് തങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല നബിയെ. വീണ്ടും തങ്ങൾ ചോദിച്ചു, ഉബയ്യേ ഏതാണ്? ഉബയ്യ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, എനിക്കറിയില്ല നബിയെ. മഹാനായ നബി തങ്ങൾ വീണ്ടും ചോദിച്ചപ്പോ ഉബയ്യ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസിയാണ്. അത് പറഞ്ഞു കൊടുത്തപ്പോഴാ നബി തങ്ങൾ മഹാനായ ഉബയ്യ് എന്നവരുടെ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട്, കൈകൊണ്ട് ഒരടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ, ലിയഹ്നികൽ ഇൽമു യാ അബൽ മുൻദിർ. ഉബയ്യ് ഇബ്നു കഅബേ, നിങ്ങൾക്ക് ഞാൻ വിജ്ഞാനം ആശംസിക്കുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം ഈ രാവിൽ, ലഅല്ലല്ലാഹു യർസുഖനാ ലൈലത്തുൽ ഖദ്രി ഫീ ഹാദിഹിൽ ലൈല. അല്ലാഹു ഒരുപക്ഷേ ഈ രാവിൽ നമുക്ക് ലൈലത്തുൽ ഖദ്ർ നൽകുമോ എന്ന പ്രതീക്ഷയിൽ നമ്മൾ ആയത്തുൽ കുർസി ഓതുക. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, വിശുദ്ധമായ വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്തുകൾ ആരെങ്കിലും ഓതുകയാണെങ്കിൽ ലകഫതാ, ആ 2 ആയത്തുകൾ അവർക്ക് മതി. 2 ആയത്തുകൾ വിശുദ്ധ ഖുർആൻ ആരെങ്കിലും ഒരു രാത്രിയിൽ ഓതുകയാണെങ്കിൽ ലകഫതാ, ഒരു പിശാചിന്റെ ഉപദ്രവമോ ഒരു ഫിത്നയോ ഒരു ഉപദ്രവമോ അവർക്ക് വരികയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞ ആയത്തുകളാണ്. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം നമ്മൾ ആമനർ റസൂൽ എന്ന് പറയുന്നത്. ഈ വിശുദ്ധ രാവ് ഇബാദത്ത് ചെയ്യേണ്ട രാത്രിയാണ്. നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير.
ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين അല്ലാഹുവേ ഈ വിശുദ്ധരാവ് ഞങ്ങൾക്ക് ഇത് കാവലാക്കി നൽകണേ തമ്പുരാനെ. പ്രയാസങ്ങളുള്ള ആളുകൾ, കടബാധ്യതയുള്ള ആളുകൾ. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയുടെ മൂലയിൽ ഇരിക്കുമ്പോഴാ ഹബീബായ നബി ഞങ്ങളെന്ന് ചോദിച്ചത്, അബൂ ഉമാമ, എന്തേ ആളുകൾ ജോലിക്ക് പോകുന്ന ഈ നേരത്ത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? എന്തേ അബൂ ഉമാമ ഫർള് നിസ്കാരമൊന്നും നടക്കാത്ത ഈ ളുഹറിന് മുമ്പുള്ള ഈ നേരത്ത് നിങ്ങൾ എന്തേ പള്ളിയിലിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സ്വഹാബി കൊടുത്ത മറുപടിയുണ്ട്, യാ റസൂലല്ലാഹ് ദുയൂനി വഹുമൂമി ലസിമത്നി യാ റസൂലല്ലാഹ്. ഒരുപാട് കടമുണ്ട് നബിയെ, ഒരുപാട് ടെൻഷനുണ്ട് നബിയെ, ഒരുപാട് ബാധ്യതകളുണ്ട് നബിയെ. കടം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നബിയെ. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, യാ അബാ ഉമാമ, അബൂ ഉമാമ, അലാ ഉഅല്ലിമുക കലിമാതിൻ ലൗ ഖുൽതഹാ ഖദല്ലാഹു അൻക ദൈനക വകഫാക ഹമ്മക. അബൂ ഉമാമ, ഞാൻ നിങ്ങൾക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരികയും നിങ്ങളുടെ ടെൻഷൻ അള്ളാഹു ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും. നമുക്കൊക്കെ അറിയാം, കടമുണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ വലിയ ഭാരമാണ്, കടം തന്നെ ഭാരമാണ്. അതുകൊണ്ട് കടം അല്ലാഹു വിട്ടുതരാനും നിങ്ങളുടെ ടെൻഷൻ ഒഴിവാകാനും ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം. അത് ചൊല്ലിക്കോളൂ, രാവിലെയും വൈകുന്നേരവും ധാരാളം ചൊല്ലണേ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കടങ്ങൾ എവിടെന്ന് വീടാനാണ്, എങ്ങനെ വീടാനാണ്, എൻ്റെ വരുമാനം വെച്ച് എവിടെന്ന് വീടാനാണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന എൻ്റെ കടങ്ങളൊക്കെ ഈ ദിക്ർ ഞാൻ ചൊല്ലിയതിന് ശേഷം ഞാൻ അറിയാത്ത വിധം അല്ലാഹു എൻ്റെ ഭാരങ്ങൾ ഒഴിവാക്കി തന്നു എന്ന് അബൂ ഉമാമ തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ആ കടബാധിതകൾക്ക് വേണ്ടിയുള്ള ദുആ, നമ്മുടെ ടെൻഷനുകൾ മാറാനുള്ള ദുആ, ആണിനും പെണ്ണിനും ചെയ്യാൻ പറ്റുന്ന ദുആ ഈ പരിശുദ്ധമായ രാവിലെ വെച്ച് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, കടങ്ങളൊക്കെ വീട്ടി നൽകണേ തമ്പുരാനെ, കടബാധിതകളിൽ നിന്ന് വിടാനുള്ള വഴി എളുപ്പമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് കടം തന്ന് സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ. പടച്ചവനെ, കടക്കാരായി കടബാധ്യതയുള്ളവരായി മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ നൽകണേ തമ്പുരാനെ. മനസ്സുകളുടെ ടെൻഷനുകളും പ്രയാസങ്ങളും നീക്കിത്തരണേ തമ്പുരാനെ. ബിഹഖി അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ദുആ ഇരക്കുക, ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണിത്. കടബാധിതകൾ വീടാൻ നിബിധങ്ങൾ പഠിപ്പിച്ചത്. ഈ ഉമ്മത്തിന്റെ ഭാരം ഇറക്കി തന്നില്ലേ നിബിധങ്ങൾ? എന്തെല്ലാം നന്മയുടെ വഴികളാണ് നമുക്ക് വേണ്ടി ഹബീബ് തുറന്നു വെച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, ടെൻഷൻ വരുന്നതിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. റബ്ബേ, അശക്തനാവുന്നതിൽ നിന്ന്, മടി വന്നു പോകുന്നതിൽ നിന്ന്, ആലസ്യം വന്നു പെടുന്നതിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ധൈര്യമില്ലാതെയായി പോകുന്ന അവസ്ഥയിൽ നിന്ന്, പിശുക്ക് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ. കടങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഖഹ്രിർ റിജാൽ. ആളുകൾ വന്ന് ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയിൽ നിന്നും
കാവൽ നൽകണേ എന്ന് നബി തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. മഹാനവറുകൾ ദുആ ചെയ്തു. അല്ലാഹു എന്തെന്നില്ലാത്ത അത്ഭുതകരമായ രീതിയിൽ കടങ്ങൾ വീട്ടിക്കൊടുത്ത മുജറബായ ദുആയാണ്. ഈ ദുആ ചൊല്ലിയിട്ട് ഒരുപാട് ആളുകൾക്ക്, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ കടം കൊണ്ട് കുടുങ്ങിയവരെ ഈ ദുആന്റെ മഹത്വം അറിഞ്ഞ് ചൊല്ലിയതിന് ശേഷം അല്ലാഹു തആല കടങ്ങൾ വീട്ടിക്കൊടുത്ത എത്രയോ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് ഹബീബിന്റെ ദുആയാണ്, സുന്നത്താണ്. മുത്തുനബി തങ്ങളോട് ഓരോരുത്തരും എന്ന് പറയുന്ന പരാതികൾക്ക് ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടികളാണിത്. മഹാനായ ദഅവത്തു നബിയില്ലാഹി യൂനുസ് അലൈഹിസ്സലാം. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ, ഏത് ദുഃഖവും വന്നാൽ, ഏത് പ്രയാസങ്ങളും വന്നാൽ ദുആ ഇറക്കാൻ അല്ലാഹു പഠിപ്പിക്കുകയും വകദാ ഫനജ്ജൈനാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. യൂനുസ് ഇബ്നു മത്താ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല കടുത്ത സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അങ്ങനെ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് അല്ലാഹു വാഗ്ദത്തം ചെയ്ത ദുആയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ചൊല്ലിക്കോളൂ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഏത് പ്രയാസമുള്ളവരുടെയും പ്രയാസം ഈ ദുആയോടുകൂടെ അല്ലാഹു ഒഴിവാക്കി തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദഅവത്തു അഖീ യൂനുസ്, ഇതെന്റെ സഹോദരൻ യൂനുസ് നബിയുടെ ദുആയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് എത്രയെല്ലാം മഹത്വങ്ങളാണ് അല്ലാഹു നൽകിയത്. അല്ലാഹുവിന് വേണ്ടി മസ്ജിദുകളിൽ നിസ്കരിക്കുന്ന പുരുഷന്മാർ, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണേ. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ഇമാമ വലല്ലാലീൻ എന്ന് കഴിഞ്ഞാൽ ഇമാമ് മെല്ലെ ആമീൻ പറയണം. ആ ആമീൻ പറയുന്ന നേരത്താണ് മുഅ്മിനീങ്ങൾ ആമീൻ പറയേണ്ടത്. ഇമാമീങ്ങൾ മിണ്ടാണ്ടിരിക്കരുത്. വലല്ലാലീൻ എന്ന് കഴിഞ്ഞാൽ ഇമാം ഒരു ആമീൻ പറയണം. ആ ആമീനോട് ആമീൻ ഇമാമ പറഞ്ഞാൽ ആകാശലോകത്തെ മലക്കുകൾ ആ നേരത്ത് ആമീൻ പറയും. ഇമാം ആമീൻ പറയുമ്പോഴാണ് ബാക്കിലെ മഅ്മൂമീങ്ങൾ ആമീൻ പറയേണ്ടത്. അങ്ങനെ മഅ്മൂമീങ്ങളുടെ ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിച്ചാൽ അല്ലാഹു നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ പുറത്തു തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ അത്ഭുതങ്ങളാണ്. മൻ അകല തുആമൻ ഫഖാൽ, ഒരു ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഒരു ഭക്ഷണം കഴിച്ചു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, ഒരു ഭക്ഷണം കഴിച്ചു, അതിനുശേഷം അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി, റബ്ബേ എനിക്ക് ഭക്ഷണം നൽകിയവനെ, അല്ലാഹുവേ അന്നം തന്നവനെ, എൻ്റെ മുമ്പിലേക്ക് എൻ്റെ ഒരു പരിശ്രമവുമില്ലാതെ എൻ്റെ മുമ്പിലേക്ക് ഭക്ഷണവും തന്നവനെ, അല്ലാഹുവേ നീ തരുന്ന കഴിവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല റബ്ബേ എന്ന് അല്ലാഹുവിനെ ശുക്ർ ചെയ്ത് ഭക്ഷണം കഴിച്ച് ചൊല്ലിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. പഠിച്ചു വെക്കുക, മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊച്ചു കൊച്ചു ഇബാദത്തുകളിലൂടെ എത്ര വലിയ പുണ്യങ്ങളാണ് പഠിപ്പിച്ചു തന്നത്. ചെറിയ ചെറിയ അമലുകൾ, പക്ഷേ വലിയ വലിയ പ്രതിഫലങ്ങൾ. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ആരെങ്കിലും ഫർള് നിസ്കാരം കഴിഞ്ഞാൽ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹും 10 പ്രാവശ്യം അൽഹംദുലില്ലയും 10 പ്രാവശ്യം അല്ലാഹു അക്ബർ, 33 വട്ടം ചൊല്ലാൻ സമയം കിട്ടിയില്ല എന്ന് വിചാരിക്കുക, തിരക്കാണെന്ന് വിചാരിക്കുക. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ മിനിമം 10 തവണയെങ്കിലും സുബ്ഹാനല്ലാഹയോ അൽഹംദുലില്ലയോ അല്ലാഹു അക്ബറോ ചൊല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നോക്കണം,
ഹദീസ് ഖസുലതാനി ഔ ഖുല്ലതാനി ലാ യുഹാഫിദു അലൈഹിമാ റജുലുൻ മുസ്ലിമുൻ ഇല്ലാ ദഖലൽ ജന്ന. രണ്ട് സ്വഭാവങ്ങൾ, ആ രണ്ട് കാര്യങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിലേക്ക് പകർത്തിയാൽ അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ യസീറുൻ വമൻ യഅമലു ബിഹിമാ ഖലീൽ. അത് രണ്ടും എളുപ്പമാണ്, അത് ചെയ്യുന്നവർ വളരെ കുറവാണ്. തുസബ്ബിഹുല്ലാഹ അശ്റ വതഹ്മിദുല്ലാഹ അശ്റ വതുകബ്ബിറുല്ലാഹ അശ്റൻ ഫീ ദുബുരി കുല്ലി സ്വലാ. എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും 10 തവണ സുബ്ഹാനല്ലാഹ്, 33 തന്നെ ചൊല്ലണേ. കഴിയില്ലാത്തവർക്ക് 10 തവണ സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാഹ്, 10 അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ ഫദാലിക 150 ബില്ലിസാൻ. 5 വക്ത് നിസ്കാരത്തിന്റെ പിറകെയും 10 വീതം ചൊല്ലിയാൽ 150 ആയി. 150 ഒരു നിസ്കാരത്തിന് ശേഷം തന്നെ 30 5 നിസ്കാരം കഴിയുമ്പോഴേക്കും 150 സുബ്ഹാനല്ലാഹ്. 150 ബില്ലിസാൻ. നാവ് കൊണ്ട് ചൊല്ലുമ്പോൾ നമ്മൾ 150 ചൊല്ലുന്നത്. പക്ഷേ വഅൽഫുൻ ഫിൽ മീസാൻ, അല്ലാഹു അമലുകൾ തൂക്കുന്ന മീസാനിലേക്ക് വെക്കുമ്പോൾ ഇത് 1500 പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 33 തവണ ചൊല്ലുന്നതിന്റെ കൂലി എത്ര ആലോചിച്ച് നോക്കൂ. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് 33 സുബ്ഹാനല്ലാഹയും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും ചൊല്ലൽ സുന്നത്തുണ്ട്. നബി തങ്ങൾ ഈ ഹദീസിൽ ഈ രണ്ടുമാണ് പറയുന്നത്. വതുസബ്ബിഹു 33 വതഹ്മിദു 33 വതുകബ്ബിറു 34 ഇദാ അഖദ മൽജിഅ. ഉറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് ഇരുന്നാൽ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ. ഫദാലിക 100 ബില്ലിസാനി വഅൽഫുൻ ഫിൽ മീസാൻ. ഇത് നാവ് കൊണ്ട് ചൊല്ലുമ്പോൾ 100 എണ്ണം തികയുന്നു, പക്ഷേ മീസാനിൽ 1000 അതിന്റെ കൂലി. ഫഅയ്യുകും യഅമലു ഫിൽ യൗമി 2500 ഹസന. ഇങ്ങനെ 2500 കൂലി നിങ്ങളിൽ ആർക്കാണ് ഒരു ദിവസം ചെയ്യാൻ കഴിയുക? നബി തങ്ങൾ ചോദിച്ചു. 2500 ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന 100 ദിക്ർ, അത് 1000. പിന്നെ ഓരോ ഫർള് നിസ്കാരത്തിന് ശേഷം 10 വീതം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ തന്നെ 10 സുബ്ഹാനല്ലാഹ്, 10 അൽഹംദുലില്ലാ, 10 അല്ലാഹു അക്ബർ. അത് 5 നിസ്കാരത്തിന് ശേഷം ചൊല്ലിയാൽ 150, അത് 1500 അള്ളാഹിന്റെ അടുത്ത്. നാവ് കൊണ്ട് 150, അള്ളാഹിന്റെ അടുത്ത് 1500. ഉറങ്ങുമ്പോൾ ചൊല്ലുന്നത് നാവ് കൊണ്ട് 100, അള്ളാഹിന്റെ അടുത്ത് 1000. ഇങ്ങനെ 2500 ആർക്കാണ് പറ്റുന്നത് എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ ഖാലൂ, സ്വഹാബിമാര് പറഞ്ഞു, യാ റസൂലല്ലാഹ് കൈഫ ഹുമാ യസീറുൻ വമൻ യഅമലു ബിഹിമാ ഖലീൽ. ഇതെന്താ നബിയെ, എത്ര എളുപ്പമാണിത് പറയാൻ. 10 സുബ്ഹാനല്ലാഹ് ചൊല്ലേണ്ടതുള്ളൂ. 10 സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ഒരു 12 സെക്കൻഡേ ആവുള്ളൂ. 12 സെക്കൻഡ് മാക്സിമം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലണേ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ തന്നെ ചൊല്ലുക. അത് എന്തുല്ലാന്നാവരുത്. ഇപ്പൊ എന്തുല്ല എന്നാ ചൊല്ലണത്. എന്തുല്ലവിനും എന്തും കിട്ടാനുണ്ടാവില്ല അല്ലാഹുവിന്റെ അടുത്ത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദു. അത് ഇമാമിങ്ങളൊക്കെ ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കുക. സൂപ്പർ ഫാസ്റ്റ് ചെല്ലണ്ട, മെല്ലെ ഒന്ന് അൽഹംദുലില്ലാ തന്നെ പറയാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്ലാഹു നിനക്ക് സ്തുതി. ഇത് പറയുമ്പോൾ നമ്മൾ ഇത്ര മോശമായിട്ട് നമ്മൾ എന്തൊക്കെ ആയി പോകുന്നത്. അൽഹംദുലില്ലാ സ്പീഡ് ചൊല്ലുമ്പോൾ അത് അൽഹംദു അല്ല, എന്തോ ആയി പോവാ. അങ്ങനെ ആയി പോവല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മിലെ ആ ഹംസ് വേണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മൾ ചൊല്ലുന്നത് എന്ത്, പറയുന്നത് എന്താ, അതിനൊക്കെ കൂലി കിട്ടുക? ആലോചിച്ച് നോക്കൂ. 10 പ്രാവശ്യം ചൊല്ലിയാൽ 1500. ഉറങ്ങുമ്പോൾ 33 33 34 1000, അങ്ങനെ 2500. സ്വഹാബിമാര് പോലും അത്ഭുതപ്പെട്ട് ചോദിച്ചു, പൊന്നാര നബിയെ, ഇത് വല്ലാത്ത അത്ഭുതമാണല്ലേ, എത്ര എളുപ്പമാണിത് പറയാൻ, എന്നിട്ടും ചെല്ലുന്ന ആളുകൾ വളരെ കുറവാണല്ലോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബിമാര് പറഞ്ഞപ്പോ ഖാല, ഹബീബിന്റെ മറുപടി വന്നു, യഅതി അഹദകുമുശ് ശൈത്വാനു ഇദാ ഫറഗ മിൻ സ്വലാത്തിഹി ഫയുദക്കിറുഹു ഹാജത കദാ വകദാ. നിസ്കാരം കഴിഞ്ഞാൽ പിശാച് എന്ത് ചെയ്യുന്നറിയോ, ഇത് ചെല്ലാണ്ടിരിക്കാൻ വേണ്ടി വേഗം എന്തെങ്കിലും ഒരു ഓർമ്മ,
പടച്ചോനെ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് റോങ് ആണല്ലോ, റബ്ബെ എൻ്റെ ഹെൽമെറ്റ് ഞാൻ അവിടെ മറന്നു വെച്ചിട്ടുണ്ടല്ലോ, പടച്ച റബ്ബെ ഞാൻ ആ സാധനം എടുത്തേക്കാൻ മറന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യം പിശാച് ഓർമ്മിപ്പിക്കും. അങ്ങനെ എഴുന്നേറ്റ് പോരുക. അവിടെ ഇരുന്ന് ചൊല്ലിയാൽ മതി 10 സുബ്ഹാനല്ലാഹ് മിനിമം. ഒരു സൗകര്യം ഇല്ലാത്തവർക്കാണത് 33 തന്നെ ചൊല്ലേ, പൂർണ്ണമായ അഫ്ദൽ അങ്ങനെയാണ്. പക്ഷെ അതിന് സൗകര്യപ്പെടുന്നില്ല, 10എങ്കിലും അതുപോലും ചൊല്ലാതെ നമ്മൾ എഴുന്നേറ്റ് പോകും. നബി തങ്ങൾ പറയാ, നിസ്കാരം കഴിഞ്ഞാൽ പിശാച് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുക, എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ എഴുന്നേൽപ്പിക്കും. സുബ്ഹാനല്ലാഹ്. അവിടെ ആരെയും വന്നിട്ടുണ്ടാവും, മൊബൈലിൽ വെല്ലടിച്ചിട്ടുണ്ടാവും, അതെ പിന്നെ വീട്ടിലാരെയും കാത്തുക്കുന്നുണ്ടാവോ, എന്തെങ്കിലും പറഞ്ഞ് വെറുതെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ നിസ്കാര ശേഷം ദിക്ർ ചൊല്ലാൻ കഴിയില്ല. പിന്നെ ഉറങ്ങാൻ പോകുന്ന ആള് ഉറങ്ങാൻ ചെന്നാൽ ഇത് മുഴുവൻ ചൊല്ലിത്തീരുന്നതിന്റെ മുമ്പ് പിശാച് ഉറക്കം ചെയ്യും. അത് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ ശരിക്കങ്ങ് ഒരുങ്ങിയില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് തുടങ്ങി പൂർത്തിയാകുമ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടാവും. ഉറക്കം വരാത്തവരൊക്കെ ഈ ദിക്റങ്ങ് ചൊല്ലി നോക്കി, താൻ ഉറക്കം വരും. എന്തെന്നറിയോ, ഈ ദിക്ർ ചൊല്ലുന്നതിനേക്കാളും നല്ലത്, പിശാച്ചിന് നല്ലത് നമ്മൾ ഉറക്കലാണ്. അതുകൊണ്ട് പിശാച് നമ്മൾ ഉറക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. തങ്ങൾ പറയാ, ഇത്രയും 2500 കൂലി കിട്ടുന്ന സംഗതി, 2500 ഡെയിലി. ഇതൊക്കെ നമ്മളെന്താ പറയുക, ചെറിയ നമ്മുടെ കോയിൻ ബോക്സ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എന്താ കുറ്റി എന്നല്ലേ നമ്മൾ പറയാ, ആ മണ്ണിന്റെ കുറ്റിയൊന്നും ഇപ്പം ഇല്ലല്ലേ, അതിലേക്ക് ഇങ്ങനെ 1 റുപ്യ 2 റുപ്യൊക്കെ ഇട്ടിട്ട് 5 റുപ്യയും 10ഒക്കെ ഇട്ടിട്ടേ കൊല്ലാവസാനത്തിൽ നോട്ട് ബുക്ക് വാങ്ങാനോ അല്ലെങ്കിൽ പെന്ന് വാങ്ങിക്കാനോ സ്കൂളിലേക്ക് എന്തെങ്കിലും ഫീസ് അടക്കാനോ പടച്ചോനെ ഒരു 200 റുപ്യ കിട്ടുമോ എന്ന് വിചാരിച്ച് പൊളിച്ചു നോക്കുമ്പോൾ 200 ഇല്ല പടച്ചോനെ 1500 ഉണ്ട്. എപ്പോഴപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആയിപ്പോയത്? ആ ഒരു സന്തോഷമുണ്ട്. 200 നോക്കുമ്പോൾ 1500 2000 കണ്ടത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ആഖിറത്തിലേക്കുള്ള നമ്മുടെ കുറ്റിയിലേക്കുള്ള നിക്ഷേപങ്ങളാണ് ഇതൊക്കെ. ഒരു ഡെയിലി 2500 വീതം ഇട്ട് വെക്കുക. അവിടെ ചെന്ന് തുറന്നു നോക്കുമ്പോഴേ ആകെ ഒരു 1000 കിട്ടിയാലായി എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ലക്ഷങ്ങളായിട്ടുണ്ടാകും. ഇതെന്തൊരു വലിയ സന്തോഷമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മറക്കല്ലേ, ഈ വിശുദ്ധമായ രാവ് നമുക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഫറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅഖിദുഹുന്ന ഫീ യദിഹി. നബി തങ്ങൾ അവിടുത്തെ വിരലിൽ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ചൊല്ലുന്നത് ഞാൻ കണ്ടു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരാൾക്ക് തസ്ബീഹ് വെച്ച് ചൊല്ലുന്നതിന് ഒരു വിരോധമില്ല, ഇതിലൊരു കുഴപ്പമില്ല. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിന്മേൽ ആണ് എണ്ണം പിടിച്ചിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യഅതി അഹദകുമുശ് ശൈത്വാൻ വഹുവ ഫീ സ്വലാത്തിഹി. നിസ്കരിക്കുമ്പോൾ പിശാച് നിങ്ങളുടെ അരികത്തേക്ക് വരുന്നുണ്ട്. യഖൂലു ഉദ്കുർ കദാ വകദാ ഹത്താ യൻഫക്കൽ അബ്ദു ലാ യഅഖിലു. നബി തങ്ങൾ പറയുന്നു, പിശാച് നിസ്കാരത്തിലേക്ക് നമ്മൾ കടന്നാൽ പിശാച് നമ്മളോട് അതോർക്ക് ഇതോർക്ക് എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് ഓർമ്മിപ്പിക്കും. അങ്ങനെ നമുക്കൊരു ചിന്തയുമില്ലാത്ത രീതിയിൽ പിശാച് നമ്മുടെ നിസ്കാരങ്ങൾ ഫസാദാക്കും. എത്ര നല്ല ഓർമ്മ നിസ്കാരത്തിൽ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ, എന്ത് മറന്നതും ആ നേരത്തെ ഓർമ്മ വരികയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്ർ ചൊല്ലാൻ വേണ്ടി വരുന്ന ആളെ ഫലാ യസാലു യുനവ്വിമുഹു ഹത്താ യനാം. ഉറങ്ങാൻ വരുന്ന ആളുകളെ ഉറക്കുകയാണ് ചെയ്യുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്ക് മുന്നിട്ട് വരണം. നമ്മൾ നമ്മുടെ ഇബാദത്ത് എവിടെയാണെന്ന് നമ്മൾ നമ്മളെ ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്വർഗത്തിന്റെ വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തന്നു. ആ വഴികളിലൂടെ നന്മയിലേക്ക് കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരായ സ്വഹാബിമാർ, താബിഈങ്ങൾ, മുൻഗാമികൾ ഓരോരോ നന്മകളും കേൾക്കുമ്പോൾ അത് ജീവിതത്തിലേക്ക് പകർത്തുകയായിരുന്നു. ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കാതെ പോയാൽ അത് വലിയ അപകടമാണ്. ഈ റമദാനോടുകൂടെ പിന്നെ റമദാൻ കഴിഞ്ഞ പിന്നെ ഗാനമേളയും, റമദാൻ കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് സമയം ചെലവഴിക്കുക, ദീൻ ഹറാമാക്കിയ വിഷയങ്ങളിലേക്ക് നമ്മുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കുക. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണേ. റമദാനിൽ മാത്രം ഒരു നല്ല കുട്ടികളും, റമദാൻ കഴിഞ്ഞാൽ ഇപ്പൊ 27 രാവാണ്, ഇനി 29 ഏറ്റവും ശ്രേഷ്ഠമായ രാവാണ്. ഇതുപോലെ പ്രാധാന്യമുള്ള രാവ 29. 29ന്റെ രാത്രിയോ 30ന്റെ രാത്രിയോ ആ രാവിലാണ് അല്ലാഹു
റമളാനിലെ നോമ്പ് നോറ്റ മുഴുവൻ ആളുകൾക്കും അവൻ്റെ മഗ്ഫിറത്ത് അല്ലാഹു വിധിക്കുന്നത് റമളാനിൻ്റെ അവസാനത്തെ രാത്രിയിലാണ്. അത് മറന്നു പോകരുത്. റമളാന്റെ അവസാനത്തെ രാത്രിയിൽ നമ്മൾ നിർബന്ധമായും ബാക്കിയുള്ള നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് റമളാനിൻ്റെ അവസാനത്തെ രാത്രിയിൽ തഫറുഗാകണം, ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കണേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അറിഞ്ഞത് പ്രവർത്തിക്കാതിരുന്നാൽ വരുന്ന അപകടം വലുതാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നമാ അഖാഫു അൻ യകൂന അവ്വല മാ യസ്അലുനി അൻഹു റബ്ബി അൻ യഖൂൽ ഖദ് അലിംത ഫമാ അമിൽത ഫീമാ അലിംത. അബൂദർദായെ, നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടായിരുന്നല്ലോ, അല്ലാഹു നാളെ എന്നോട് ചോദിക്കുമോ എന്ന് പേടിക്കുകയാണ്. എൻ്റെ ആകെയുള്ള പേടി പടച്ച തമ്പുരാൻ, ഇതൊക്കെ അബൂദർദാ നിങ്ങൾക്ക് അറിഞ്ഞിട്ടേ എന്തേ നിങ്ങളൊന്നും ചെയ്യാതിരുന്നത് എന്ന് എന്നോട് ചോദിക്കുമോ? മഹാന്മാരായ മുഅ്മിനീങ്ങൾ അത് അറിഞ്ഞത് പ്രവർത്തിക്കാൻ വേണ്ടി ഓടുകയാണ്. അത്ഭുതകരമായ ഒരു സംഭവം അബൂ ദാവൂദ് സജിസ്താനിയുടേതാണ്. മഹാനായ അബൂ ദാവൂദ് സജിസ്താനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു പുഴയിൽ അദ്ദേഹം വുളൂ എടുത്തുകൊണ്ടിരിക്കുക, പുഴൻ്റെ ഇക്കരത്ത്. അപ്പൊ പുഴൻ്റെ അക്കരയിൽ ഒരു തോടാണ്, പക്ഷെ നല്ല വെള്ളമുണ്ട്. അക്കരയിലുള്ള ഒരാൾ അവിടെ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങോട്ട് കേൾക്കും. പക്ഷെ അയാളോട് റഹമുഖല്ലാ എന്ന് പറയാൻ മഹാനായ അബൂ ദാവൂദ് സജിസ്താനി തങ്ങള് ഒരു തോണി സംഘടിപ്പിച്ച് അക്കരെ ചെന്നിട്ട് യർഹമുഖല്ലാ എന്ന് അയാളോട് പറഞ്ഞ് തിരിച്ചു പോന്നു എന്നാണ്. ഒന്നുമില്ല, തശ്മീതുൽ ആതിസ്, തുമ്മിയ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ യർഹമുഖല്ലാ എന്ന് പറയൽ സുന്നത്താണ്. ആ സുന്നത്ത് എനിക്ക് നഷ്ടമാവരുത്, അത് അയാൾ കേൾക്കണല്ലോ. അതിനു വേണ്ടി ഇക്കരെന്ന അക്കരയിലേക്ക് തോണി കടന്ന് ചെന്ന് യർഹമുഖല്ലാ പറഞ്ഞ് തിരിച്ചു പോന്നു എന്ന് മഹാനായ അബൂ ദാവൂദ് സജിസ്താനിയെ തങ്ങളെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു അമല് ചെയ്യാൻ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികത്ത് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ വന്നിരുന്നൊരു ചെറുപ്പക്കാരൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ബീവിയോട് ഇൽമ പഠിക്കാൻ വേണ്ടി ഹിജാബിന്റെ മറവിൽ നിന്നിട്ട് ഒരുപാട് ചോദ്യം ചോദിക്കും ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ആ മോനോട്, ചെറുപ്പക്കാരനോട് ബീവിയൊക്കെ ചോദിച്ചു, യാ ബുനയ്യ, എന്റെ കൊച്ചുമോനെ, ഹൽ അലിംത ബിമാ സമിഅത മിന്നി. ആയിഷ ബീവി ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നീ അമല് ചെയ്തോ? കുറേ പറഞ്ഞെന്നല്ലോ, അതൊക്കെ മോൻ ജീവിതത്തിലേക്ക് പകർത്തിയോ? ലാ വല്ലാഹി യാ ഉമ്മ, അങ്ങ് പറഞ്ഞത് മുഴുവനും ഞാൻ ജീവിതത്തിലേക്ക് പകർത്തിയിട്ടില്ലല്ലോ. ഫഖാലത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി വന്നു, യാ ബുനയ്യ ഫലിമ തസ്തക്സിറു മിൻ ഹുജജില്ലാഹി അലൈനാ വഅലൈക. എന്തിനാണ് മോനെ നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞു തരുന്ന ഇൽമെല്ലാം എനിക്കും നിനക്കും എതിരായി വരുന്ന സാക്ഷികളായിരിക്കും നാളെ. അങ്ങനെ നമ്മുടെ എതിർ സാക്ഷികളെ എന്തിനാണ് വർദ്ധിപ്പിക്കുന്നത്? ആ കേട്ടത് നിനക്ക് അമല് ചെയ്തുകൂടെ? അമല് ചെയ്യാതിരുന്നാൽ നമ്മുടെ ഇൽമുകളെല്ലാം നമുക്ക് നാളെ എതിരായിട്ട് ഹുജ്ജത്തായിട്ട് വരില്ലയോ എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ. മഹാന്മാരെ, എൻ്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹയുടെ അരികത്ത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് ഒരു മഹദി വന്നു. ഒരു മഹദി, അന്നത്തെ താബിഇയ്യത്തായ ഒരു മഹദി. ഇബ്നു മസ്ഊദ് തങ്ങളോട് പറയാൻ, ഉംബിതു അന്നക തൻഹാ അനിൽ വാസില. ഇബ്നു മസ്ഊദേ, നിങ്ങളെ പെണ്ണുങ്ങളൊന്നും മുടി ചേർത്ത് വെക്കരുത് എന്ന് നിങ്ങൾ പറയാറുണ്ട്. മുടി കുറഞ്ഞുപോയ പെണ്ണുങ്ങൾ വേറെ ആർട്ടിഫിഷ്യൽ മുടി അല്ലെങ്കിൽ വേറെ ഹ്യൂമൻ മനുഷ്യരുടെ മുടി തന്നെ അത് വെച്ച് പിടിപ്പിച്ച് ചേർത്തി വെക്കുന്ന നീണ്ട മുടിയായി കാണിക്കാൻ വേണ്ടി വേറെ എക്സ്ട്രാ മുടി വെച്ച് കെട്ടി തൂക്കി നിർത്തുന്ന വാസുല എന്ന് പറയും പെണ്ണുങ്ങൾ. അത് ചെയ്യുമ്പോൾ ആ പണി ചെയ്യൽ ഹറാമാണെന്ന് ഇബ്നു മസ്ഊദേ നിങ്ങൾ പറയാറുണ്ടല്ലോ. നിങ്ങളെ പെണ്ണുങ്ങളത് ചെയ്യുന്നുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഇബ്നു മസ്ഊദ് നിങ്ങൾ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ചെല്ല്, എൻ്റെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് നീ ചെന്ന് പരിശോധിച്ചിട്ട് വാ. അവൾ അവിടെ ചെന്നു. വീട്ടുകാർ ആരോ പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയുള്ള ആൾക്കാർ പല നുണയും പറയുന്ന കൂട്ടത്തിൽ. അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല, പറഞ്ഞതൊന്നും സംഭവിച്ചിട്ടില്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ ഹഫിൽതു ഇദൻ വസിയത്തൽ അബ്ദിസ് സ്വാലിഹ് വമാ ഉരീദു അൻ നുഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു. ഞാനാ പറയുന്നത് എൻ്റെ വീട്ടുകാരോ ഞാനോ ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഈ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ലൗ ഫഅൽതു ദാലിക മാ ജാമഅനാഹാ വലാ സകന്നാ മഅഹാ അസ്ല. ഞാൻ ഈ പഠിപ്പിക്കുന്ന നന്മകൾ എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടുകാരും ചെയ്തില്ലെങ്കിൽ, എൻ്റെ ഭാര്യ ചെയ്തില്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ ജീവിക്കുക പോലും ചെയ്യില്ല.
ഞാൻ അവിടെ കൂടെ എങ്ങനെ ശയിക്കും? അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടുകാരും ഞാനും അനുവർത്തിക്കുന്നവരാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിലേക്ക് അമലുകൾ പകർത്തുന്നതിൻ്റെ അനിവാര്യത. അതുകൊണ്ട് ഈ വിശുദ്ധമായ രാവിലോടുകൂടെ ഒരു മാറ്റമുണ്ടാവട്ടെ നമ്മുടെ നാവുകളിൽ. നമ്മുടെ നാവുകൾ അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നനയട്ടെ. പ്രായമായൊരു മനുഷ്യനാണ്, ഒരു സ്വഹാബിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികത്തേക്ക് വന്നത്. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല നബിയേ, ഒരുപാട് അമലുകളൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ദുല്ലനി അലാ അമലിൻ അതശബ്ബസു ബിഹി, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണേ നബിയേ എന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത മറുപടിയാണ്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. നിങ്ങളുടെ നാവ് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നനയട്ടെ. നാവ് ദിക്ർ കൊണ്ട് നനയട്ടെ. ഏത് പ്രായത്തിലും ഏത് അസുഖമായി കിടക്കുകയാണെങ്കിലും നമുക്കതിന് സാധ്യമാകുമല്ലോ. നോക്കണേ, നമ്മുടെ ഒരുപാട് രോഗികൾ, അല്ലാഹുവർക്ക് ശിഫ നൽകട്ടെ. ക്യാൻസർ പോലുള്ള വലിയ വലിയ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ വലിയ വിഷമം, നമുക്ക് വലിയ സങ്കടവും പ്രയാസം വരും. പക്ഷേ എന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗത്തിലും രോഗികളോട് റഹ്മത്ത് ചെയ്യുന്നുണ്ടെന്നാണ്. ഒരു അസുഖം വന്നാൽ, ഒരു ഡെഡ്ലി അസുഖം വന്നാൽ ഡോക്ടർമാർ പറയാം, 1 മാസം കഴിഞ്ഞാൽ മരിക്കും, അല്ലെങ്കിൽ 4 മാസം അത്രേ കഴിയുള്ളൂ. ശരീരത്തിൻ്റെ വർക്ക് നോക്കുമ്പോൾ അതിലേറെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 6 മാസം പിന്നൊക്കെ ദുആയുടെ പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് വീടുകളിലേക്ക് തിരിച്ചയക്കുമ്പോൾ രോഗികളോട് പോലും ഡോക്ടർമാരെ തുറന്നു പറയും, ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്, അത് അവരുടെ അവകാശമാണ്, ആ രോഗി അത് അറിയിക്കേണ്ടതുണ്ട് എന്നാണ് പ്രമാണം. അതുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്. നമ്മൾ ആലോചിക്കണം, അതിൽ വലിയൊരു റഹ്മത്ത് അല്ലാഹു വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, മരിക്കാനായി എന്നൊരു ഏകദേശ ടൈം കണ്ടാൽ നമുക്ക് തൗബ വർദ്ധിപ്പിക്കാൻ അവസരമുണ്ട്. അല്ലാഹുലേക്ക് തൗബ ചെയ്യാൻ പറ്റും, കടബാധ്യതകൾ വീട്ടാൻ പറ്റും, പൊരുത്തപ്പെടിക്കേണ്ടവർക്ക് പൊരുത്തപ്പെടിക്കാൻ പറ്റും. മുഅ്മിനീങ്ങളായ ആളുകൾ ആ രോഗിയെ വന്ന് കാണുമ്പോൾ എന്താ അസുഖം? ക്യാൻസർ ആണല്ലോ, യാ അല്ലാഹ്, അല്ലാഹു സലാമത്താക്കട്ടെ, പാവല്ലേ എന്ന മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നമ്മളെപ്പറ്റി പാവം എന്ന ഒരു റഹ്മത്ത് മുഅ്മിനീങ്ങളുടെ നാവിലൂടെ കിട്ടുന്ന പ്രാർത്ഥനയാണ്. മയ്യിത്ത് നിസ്കരിക്കാൻ ആളുകൾ ഒരുപാട് വരും, ഒരുപാട് വേദന സഹിക്കേണ്ടി വരും. അങ്ങനെ ഒരു കുറച്ച് നാള് ബെഡിൽ കിടക്കുന്ന സമയം ഒരുപക്ഷെ കാലങ്ങളോളം അമല് ചെയ്യുന്നതിൻ്റെ കൂലി അല്ലാഹു കുറഞ്ഞ നേരം കൊണ്ട് രോഗികൾക്ക് നൽകുന്നുണ്ട്. തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ല, ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ബൈക്ക് ആക്സിഡന്റ്, പെട്ടെന്നൊരു അറ്റാക്ക് വന്നു, ഒന്ന് പൊരുത്തപ്പെടിക്കാൻ പറ്റിയോ? കടം വീട്ടാൻ പറ്റിയോ? വസിയത്ത് ചെയ്യാൻ പറ്റിയോ? കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയോ? മുഅ്മിനീങ്ങളുടെ ദുആ കിട്ടിയോ? അതുകൊണ്ട് രോഗത്തിൽ പോലും അല്ലാഹുവിന്റെ റഹ്മത്ത് കിടക്കുകയാണ്. ഏത് രോഗത്തിലും നാവ് കൊണ്ട് ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നനയാൻ കഴിയും. അല്ലാഹു നമുക്ക് അവന്റെ ദിക്റിലായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. മഹാനായ മുത്തറഫ് ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഇജ്തഹിദൂ ഫിൽ അമൽ, ധാരാളം കർമ്മങ്ങൾ ചെയ്തോളൂ. ഫഇൻ കാനൽ അംറു കമാ നർജൂ മിൻ റഹ്മത്തില്ലാഹി വഅഫ്വി, നമ്മൾ ധാരാളം അധ്വാനിക്കണേ. പിന്നെ അല്ലാഹുവിന്റെ കരുണ ഒരുപാടുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാഹുവിന്റെ കരുണയാണ് നാളെ നമ്മൾ കണ്ടുമുട്ടുന്നതെങ്കിൽ കാനത്ത് ലനാ ദറജാത്തിൽ ജന്ന, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് സ്വർഗത്തിന്റെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും. വയകുനിൽ അംറു ശദീദൻ കമാ നഖാഫുഹു വനഹദർ, നമ്മൾ പേടിക്കുന്ന പോലെ പരലോകത്തിന്റെ വിഷയം വളരെ ഭയാനകവും പേടിപ്പെടുത്തുന്നതുമാണെങ്കിൽ മിനിമം നമുക്ക് ഇങ്ങനെ പറയാതിരിക്കാനെങ്കിലും കഴിയും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, പടച്ചവനെ ദുനിയാവിലേക്ക് ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ? ഞങ്ങൾ ചെയ്ത തിന്മകളൊന്നും ഇനി ചെയ്യില്ല റബ്ബേ എന്ന് അല്ലാഹുവിനോട് പരിതപിക്കുന്നൊരവസ്ഥയെങ്കിലും നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയും. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തേണേ, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. അല്ലാഹുവിന്റെ മുമ്പിൽ പരിതപിക്കാതെ രക്ഷപ്പെടാൻ കഴിയും. നിരന്തരമായി നമ്മുടെ നഫ്സുകളെ നമ്മൾ വിചാരണയ്ക്ക് വിധേയമാക്കുക. ഇബ്രാഹിം തൈമി എന്ന് പറയുന്ന ആത്മീയ ആചാര്യൻ മഹാനായ ഇബ്രാഹിം തൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന പോലെ, സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കുന്ന പോലെ, സ്വർഗത്തിലെ തരുണീമണികളുടെ കൂടെ ജീവിക്കുന്ന പോലെ ഞാൻ എന്നെപ്പറ്റി ഒന്ന് വിചാരിച്ചു.
പിന്നെ ഞാൻ നരകത്തിലേക്ക് പോയ പോലെ ഒന്ന് കരുതി. നരകത്തിന്റെ മുള്ളുള്ള കയ്പുള്ള സഖൂം എന്ന് പറഞ്ഞ ഭീകരമായ വൃക്ഷത്തിന്റെ പഴം തിന്നുന്ന പോലെ, നരകത്തിന്റെ അദാബ് അനുഭവിക്കുന്ന പോലെ, നരകത്തിന്റെ ചീഞ്ചലം കുടിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ നഫ്സിലേക്കൊന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടുവന്നു. എൻ്റെ കൈകാലുകളിൽ ചങ്ങലകൾ ബന്ധിച്ച പോലെ. എന്നിട്ട് ഞാൻ എൻ്റെ ശരീരത്തോട് പറയുന്നു, ഐ നഫ്സ്, എൻ്റെ ശരീരമേ, അയ്യ ശൈഇൻ തുരീദീൻ, എൻ്റെ ശരീരമേ, സ്വർഗം വേണോ അതല്ല നരകം വേണോ എന്ന് ഞാൻ എൻ്റെ നഫ്സിനോട് ചോദിക്കുന്നു. എൻ്റെ ശരീരം പറഞ്ഞു, ഉരീദു അൻ ഉറദ്ദ ഇല ദുനിയാ ഫഅമല സ്വാലിഹാ. എൻ്റെ ശരീരം എന്നോട് പറഞ്ഞു, നരകവും വേണ്ട സ്വർഗവും എനിക്ക് വേണ്ടത് സ്വർഗമാണ്, നരകം എനിക്ക് വേണ്ട. നരകം വേണ്ട, സ്വർഗമാണ് വേണ്ടത്. അതിന് എന്നെ ഭൂമിയിലേക്കൊന്ന് തിരിച്ചയച്ചു നൽകുമോ, ഒന്നുകൂടെ ഭൂമിയിലേക്ക് എന്നെ പറഞ്ഞേക്കുമോ എന്ന് അവിടുന്ന് പരലോകത്ത് മനുഷ്യർ കൊതിക്കുന്ന പോലെ എൻ്റെ ശരീരം എന്നോട് മറുപടി പറഞ്ഞു. ഞാൻ എൻ്റെ ശരീരത്തിന് തിരിച്ചു മറുപടി കൊടുത്തു, ഫഅൻതി ഫിൽ ഉംനിയ ഫഅമലി. ശരീരമേ, നീ തിരിച്ചു പോന്നാൽ ഭൂമിയിലേക്ക് ഞാനും തിരിച്ചു പോകട്ടെ, എന്നിട്ട് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാമെന്ന് നാളെ നീ ആഗ്രഹിക്കുന്ന ആഗ്രഹം ഇവിടെ വെച്ച് നിനക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ആ അവസ്ഥയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ശരിക്ക് അമല് ചെയ്തോളൂ ശരീരമേ എന്ന് ഞാൻ എൻ്റെ നഫ്സിനോട് മറുപടി കൊടുത്തു. അൻസില്ലാന ഫിൽ ഉംനിയ വഹിയ അന്നകി ഫിദ് ദുനിയാ ഫഅമലി. അതുകൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തോളൂ. കർമ്മങ്ങളില്ലാതെ രക്ഷപ്പെടുക സാധ്യമല്ല. അല്ലാഹുവിൻ്റെ അരികത്തേക്ക് ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖീ. അല്ലാഹുവിലേക്ക് കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് കടന്നു ചെല്ലേണ്ടവരാണ്. അല്ലാഹുവിലേക്ക് പരിശ്രമങ്ങളിലൂടെ ചെല്ലേണ്ടവരാണ്. വെറുതെ അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിങ്ങളുടെ മുൻഗാമികൾ സഹിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു നമ്മളോട് എത്രയാണ് ചോദിച്ചത്. അതുകൊണ്ട് പരിശ്രമം അനിവാര്യമാണ്, അധ്വാനം അനിവാര്യമാണ്. ഖൽബ് കൊണ്ട് ശുദ്ധിയായി, കർമ്മങ്ങളെ കൊണ്ട് ശുദ്ധിയായി. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് സംശുദ്ധമായ ഹൃദയവുമായി കടന്നു ചെല്ലുന്നവരല്ലാതെ നാളെ രക്ഷപ്പെടുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ രാവിൽ മനുഷ്യർക്ക് മുഴുവൻ പുറത്തു കൊടുക്കിൻ. നമ്മുടെ വീട്ടുകാര്, അയൽപക്കക്കാര്, നാട്ടുകാര്, നമ്മളോട് ബുദ്ധിമുട്ടുണ്ടാക്കിയവര്, നമുക്ക് പ്രയാസമുണ്ടാക്കിയവര്, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞവര്, എഴുതിയവര്, പ്രചരിപ്പിച്ചവര്, എന്തൊക്കെയാവട്ടെ, സർവ്വ മനുഷ്യർക്കും അല്ലാഹുവിനെ മുൻനിർത്തി മാപ്പ് കൊടുക്കണേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലയോ? അതുകൊണ്ട് മനുഷ്യർക്ക് മുഴുവൻ നിങ്ങൾ പുറത്തു കൊടുക്കണേ. ഈ രാത്രിയിൽ എൻ്റെ മുഅ്മിനെ, അല്ലാഹുവിനെ സാക്ഷിയാക്കി നമ്മൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് പടച്ച തമ്പുരാന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് സർവ്വ മനുഷ്യർക്കും, നമ്മളോട് എല്ലാ അനീതിയും ചെയ്തവർക്ക് നമ്മുടെ ഭാഗത്താണ് ന്യായം, നമ്മുടെ ഭാഗത്തായിരുന്നു ന്യായം, എന്നിട്ട് പോലും നമ്മളോട് അനീതി കാണിച്ചവർക്ക് പോലും, നമ്മളോട് ദുൽമ കാണിച്ചവർക്ക്, അയൽപക്ക ബന്ധങ്ങൾ മുതൽ നമ്മുടെ നാടുകളിലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വലയങ്ങളിലോ ഉള്ള മുഴുവൻ ആളുകൾക്കും എന്നേക്കുമായുള്ള മാപ്പ് നമ്മൾ ഇന്നത്തെ ദിവസം, ഈ രാത്രി, ഈ സെക്കൻഡിൽ നമ്മൾ നൽകണേ. അല്ലാഹുവേ, നിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ പോലെ അബൂ ലംലം റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്തുകൊണ്ട് നിങ്ങൾക്കാവാൻ പറ്റുന്നില്ല? അബൂ ലംലം എന്നവർ പാവമായിരുന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്യും, ഒരു പാറപ്പുറത്ത് കയറി വന്നിട്ട്, പടച്ചവനെ, നിന്റെ ദീനിന് വേണ്ടി ധർമ്മസമരം ചെയ്യാൻ ആരോഗ്യം എനിക്കില്ല. പടച്ചവനെ, നിനക്ക് മുതലാളിമാർ നൽകുന്ന സ്വതക്ക പോലെ ദാനം ചെയ്യാൻ സമ്പത്തിന്റെ കയ്യിലില്ല. എന്നാൽ എൻ്റെ അഭിമാനമുണ്ട് റബ്ബേ, തസദ്ദഖതു ബിഇർളി അലന്നാസ്. എൻ്റെ അഭിമാനം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആരെല്ലാം എന്നെപ്പറ്റി എന്ത് പറയുന്നുവോ, എന്ത് വേദനിപ്പിക്കുന്നുവോ അവർക്ക് വേണ്ടി ഞാൻ എന്നേക്കുമായി മാപ്പ് ചെയ്തു കൊടുത്തു റബ്ബേ എന്ന് എന്നും വിളിച്ചു പറയുമായിരുന്ന അബൂ ലംലം തങ്ങളെപ്പോലെ നിങ്ങൾക്കായിക്കൂടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ വിശുദ്ധമായ രാവിൽ നമ്മളൊക്കെ പുറത്തു കൊടുക്കിൻ. മനസ്സുകൊണ്ട് പുറത്തു കൊടുത്തോ? പുറത്തു കൊടുക്കിൻ, മനസ്സുകൊണ്ട് പുറത്തു കൊടുക്കിൻ.
മുത്തുനബി തങ്ങൾ യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസിയായ മനുഷ്യനിതാ കടന്നു വരുന്നു എന്ന് സ്വഹാബികളോട് പറയുമ്പോൾ താടിരോമത്തിലൂടെ വുളൂഇന്റെ വെള്ളമുറ്റി വരുന്ന, ഇടത് കൈയിൽ ചെരുപ്പും പിടിച്ചു വരുന്ന ഒരു അൻസ്വാരിയായ സ്വഹാബി 3 ദിവസമാണ് നബി തങ്ങൾ ഈ വാക്ക് പറഞ്ഞത്. ഇപ്പൊ വരുന്ന ഒരാൾ താടിരോമത്തിലൂടെ വുളൂഇന്റെ വെള്ളമൊലിക്കും, അയാളുടെ ഇടത് കൈയിൽ ചെരുപ്പുകളുണ്ട്, ആ മനുഷ്യൻ സ്വർഗവാസിയാണെന്ന് നബി തങ്ങൾ പറഞ്ഞ 3 ദിവസം തങ്ങൾ പറഞ്ഞപ്പോഴും ഒരേ സ്വഹാബിയായ മനുഷ്യനാണ് കടന്നു വന്നത്, അൻസ്വാരിയായ സ്വഹാബി. ആ സ്വഹാബിന്റെ അരികത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് എന്താണ് അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പോകാൻ മാത്രം ഇത്രയും ഗുണകരമായ കർമ്മം എന്താണെന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ ആ സ്വഹാബി കൊടുത്ത മറുപടി, ഹബീബായ നബി തങ്ങൾ അംഗീകരിച്ചില്ലേ, ഞാൻ എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരായ നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും എന്നേക്കുമായി എൻ്റെ കൽബിൽ നിന്ന് എല്ലാ ദേഷ്യവും എല്ലാ പകയും എല്ലാ വിദ്വേഷവും ഇറക്കി വെച്ച് എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുത്തിട്ടേ ഞാൻ കിടന്നുറങ്ങാറുള്ളൂ. അത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് നിസ്കാരമോ ഒരുപാട് നോമ്പോ എനിക്കില്ല. ഫർളായ നോമ്പും ഫർളായ നിസ്കാരവും കുറച്ച് സുന്നത്തുമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ ഒരു മനുഷ്യനോടും വമാ ഫീ ഖൽബി ഗില്ലുൻ വലാ ഹസദുൻ ലിഅഹദിൻ മിനൽ മുസ്ലിമീൻ, ഒരാളോടും എൻ്റെ ഹൃദയത്തിൽ പകയില്ല, ദേഷ്യമില്ല എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഈ സ്വഹാബിയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബിന്റെ മറുപടി, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയത്, അതുകൊണ്ട് തന്നെയാണ് സ്വർഗം കിട്ടിയത്, അതുകൊണ്ട് തന്നെയാണ് സ്വർഗം കിട്ടിയത്. മനസ്സിൽ ആരോടും വെറുപ്പില്ലാതിരിക്കുക. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഖൽബുകൾ ശുദ്ധമാവട്ടെ. തനസ്സലുൽ മലായിക والروح فيها بإذن ربهم, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അല്ലാഹുവിന്റെ മാലാഖമാരും ഇറങ്ങി വരുന്ന രാവായിരിക്കാം ഇത്. ആ വിശുദ്ധമായ മാലാഖമാർ കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി അവർ സാക്ഷി പറയുമ്പോൾ, റബ്ബേ നിന്റെ അടിയാറുകൾ, നിന്റെ അടിമകൾ, സഹോദരിമാരും സഹോദരങ്ങളും റബ്ബേ മനസ്സിൽ നിന്ന് എല്ലാ വെറുപ്പും, മനുഷ്യരോട് ഒരാളോടും വെറുപ്പില്ലാതെ ഖൽബ് ശുദ്ധിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് നമുക്ക് സാക്ഷി പറയണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണേ റബ്ബേ. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ.